മുല്ലപ്പെരിയാർ സുരക്ഷിതമാണെന്നും ഇത് പൊട്ടിയാൽ നേരെ ഇടുക്കിയിലേക്ക് ഇതിന് ഒഴുക്കി കൊണ്ടുപോയി അങ്ങനെ തന്നെ ഇടുക്കി അവിടെ താങ്ങി നിർത്തുമെന്നാണ് നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചത്. ഈ മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ ശക്തി കൂടുക എന്ന് പറയുന്നത് പൊട്ടി വരുമ്പോൾ 2.8 കിലോമീറ്റർ ശക്തിയോടുകൂടി വന്ന് വീഴുകയാണ്. അത് വന്ന് വീഴുന്നത് 4 മലകൾക്കിടയിലാണ്. ഇടുക്കി 817 പോകില്ല. ഈ ഡാം സുരക്ഷിതമാണ് എന്നാണല്ലോ ഇവരൊക്കെ പറയുന്നത്. ഈ പറയുന്ന പാറയ്ക്കിടയിലൂടെ മാസ് ഫ്ലോ ആയിട്ട് നേരെ 5 ജില്ലകളെ സ്വീപ്പ് ചെയ്തുകൊണ്ട് അറബിക്കടലിലേക്ക് ആറ്റം ബോംബ് ഇടുന്നതിന് തുല്യമല്ലേ. ശബ്ദം എന്തായിരിക്കും, മുഴക്കം എന്തായിരിക്കും. കേരളം പ്രതിയായിട്ടാണ് വരുന്നത് എല്ലാ കേസിലും. കേരളം വാദിയായിട്ട് ഇതുവരെ ഒരു കേസും വന്നിട്ടില്ല. അതായത് തമിഴ്നാട് വാദിയാകുന്നു, കേരളം പ്രതിയാകുന്നു. ഈ മുല്ലപ്പെരിയാർ ഡാമിനെ വെച്ചിട്ട് 3 തരത്തിൽ തട്ടിപ്പ് നടക്കുന്നുണ്ട്. 7.75 കോസ്റ്റ് വരുന്ന സാധനത്തിന് നമ്മൾ പൈസയ്ക്ക് താഴെ വിറ്റുകൊണ്ടിരിക്കുന്ന ദയനീയ അവസ്ഥയാണ് കേരളം. 2,30,000 കോടി രൂപ. ഒരു രൂപ 2 രൂപയല്ല, കേരളത്തിൻ്റെ ആഭ്യന്തര കടത്തിൻ്റെ 1/3 വരും ഈ സംഗതി. നമസ്കാരം. മറുനാടിൻ്റെ ഏറ്റവും പുതിയ പോഡ്കാസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത്. നമുക്കൊക്കെ അറിയാം, എല്ലാ മഴക്കാലത്തും നമ്മൾ ചർച്ച ചെയ്യുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ബലക്ഷയവുമായി ബന്ധപ്പെട്ട വിഷയം. അത് കേവലം മുല്ലപ്പെരിയാറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. കേരളത്തിൽ ഏതാണ്ട് 2.5 ലക്ഷം കോടി രൂപ ഇതുവരെ നഷ്ടം വരുത്തിയ ഒരു വലിയ അഴിമതിയുടെയും തട്ടിപ്പിൻ്റെയും കഥയാണ്. മുല്ലപ്പെരിയാർ സംരക്ഷണത്തിന് വേണ്ടി രംഗത്തിറങ്ങിയ ഒരു മനുഷ്യൻ ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും കണ്ടെത്തിയിരിക്കുന്നു വിവരാവകാശ നിയമത്തിൻ്റെ ബലത്തിൽ. ഡോക്ടർ KS പ്രകാശാണ് മുല്ലപ്പെരിയാറിൻ്റെ പേരിൽ ഇവിടെ തുടങ്ങിയ പോരാട്ടത്തിൻ്റെ മുഖ്യശില്പികളിൽ ഒരാൾ. അദ്ദേഹമാണ് വിവരാവകാശ നിയമപ്രകാരം കേരളത്തിലെ ജലവകുപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ തട്ടിപ്പിനെക്കുറിച്ച് വിശദമായ ഗവേഷണം നടത്തി കണ്ടെത്തിയിരിക്കുന്നത്. ഡോക്ടർ പ്രകാശ് പഞ്ചായത്ത് സീനിയർ സെക്രട്ടറിയായി റിട്ടയർ ചെയ്ത ആളാണ്. കഴിഞ്ഞ 5-6 വർഷമായി മുല്ലപ്പെരിയാർ അടക്കമുള്ള നാട്ടിലെ വെള്ളത്തട്ടിപ്പിൻ്റെ പിന്നാലെ നടക്കുകയാണ്. വിശദമായി നമുക്ക് അഴിമതിയിലേക്ക്, മുല്ലപ്പെരിയാറിൻ്റെ പേരിൽ നടക്കുന്ന തട്ടിപ്പിലേക്ക് കടന്നു പോവാം. പ്രിയപ്പെട്ട പ്രേക്ഷകർ, വളരെ ഗൗരവമേറിയ വിഷയമാണ്. സീരിയസ് ആയി ഇതിനെ കൈകാര്യം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. നമസ്കാരം. അങ്ങയെക്കുറിച്ചൊന്ന് പരിചയപ്പെടുത്തും. അങ്ങയുടെ പേര് പ്രകാശ്. ഡോക്ടർ KS പ്രകാശ്. ഞാൻ ആലുവ സ്വദേശിയാണ്. ഞാൻ സർക്കാർ സർവീസിൽ LSGD ഡിപ്പാർട്ട്മെൻറ്റിൽ സ്പെഷ്യൽ ഗൈഡ് സെക്രട്ടറി പഞ്ചായത്ത് ആയിട്ട് റിട്ടയർ ആയതാണ്. 2018 റിട്ടയർ ആയത്. റിട്ടയർ ആയതിനു ശേഷം ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ യൂന്നിക്കൊണ്ടാണ് എൻ്റെ പ്രവർത്തനം. ആദ്യം ഞാൻ പ്രവർത്തന മേഖല കണ്ടെത്തിയത് പെരിയാർ മലിനീകരണവുമായിട്ട് ബന്ധപ്പെട്ടാണ്. പിന്നെ മുല്ലപ്പെരിയാറുമായിട്ട് പഠിക്കാൻ ശ്രമിച്ചു. കഴിഞ്ഞ 5 വർഷത്തെ എൻ്റെ പഠനത്തിൽ നിന്നും മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന അതിൻ്റെ വലിയ തോതിലുള്ള അതിൻ്റെ സുരക്ഷയല്ല പ്രശ്നം, അതുമാത്രമല്ല അതിനകത്ത് അന്തർ സംസ്ഥാന ജല തട്ടിപ്പ് തന്നെയുണ്ട്. ഈ ഡോക്ടർ എന്ന് പറയുന്നത് അങ്ങ് ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ടോ? ഏത് വിഷയത്തിൽ? ജലസംരക്ഷണത്തിൽ തന്നെയാണ്. അത് എപ്പോഴാണ് എടുത്തത്? അത് ഈ കഴിഞ്ഞ ഒക്ടോബർ 2025 ശേഷം ഈ ഒരു ഇൻട്രസ്റ്റിന്റെ ഭാഗമായി. തീർച്ചയായിട്ടും. എവിടെ നിന്ന് ഡോക്ടറേറ്റ് കിട്ടി? പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഡോക്ടറേറ്റ് കിട്ടി. യെസ്. അപ്പോൾ ഡോക്ടർ തന്നെയാണ്. ആണ്. ഓക്കെ. അപ്പോൾ എന്താണ് ആദ്യം നമുക്ക് മുല്ലപ്പെരിയാറിൻ്റെ സുരക്ഷയിലേക്ക് പോകാം. മുല്ലപ്പെരിയാറിൻ്റെ സുരക്ഷ ഒരു വലിയ ഭീഷണിയാണെന്ന് പറയുന്നുണ്ട്. എത്ര 130 വർഷം 130 വർഷം തികഞ്ഞു. പക്ഷേ സുപ്രീം കോടതി അടക്കമുള്ളവർ പറയുന്നത് അങ്ങനൊന്നും ഇല്ലെന്നാണല്ലോ. ശരിയല്ല. 130 വർഷമായിട്ടുള്ള മുല്ലപ്പെരിയാർ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണ് എന്ന് കേരള സർക്കാർ തന്നെ സമ്മതിച്ച് നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. ഇംപെൻഡിങ് ഡിസാസ്റ്റർ എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത് ആ കത്തിൽ. കേരള സർക്കാർ. അത് എന്ത് കത്ത് മനസ്സിലായി? ജലവിഭവ വകുപ്പിന്റെ ചീഫ് എഞ്ചിനീയർ അന്തർ സംസ്ഥാന നദീജലം തന്നിട്ടുള്ള കത്തിലാണ് ഇംപെൻഡിങ് ഡിസാസ്റ്റർ എന്ന് വ്യക്തമായിട്ട് എഴുതി തന്നിട്ടുള്ളത്. അപ്പൊ കേരള സർക്കാരിന് അത് അറിയാം. അത് മാത്രമല്ല, അത് എന്ത് നിങ്ങൾ വിവരാവകാശം ചോദിച്ചോ? വിവരാവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയതാ. അത് മാത്രമല്ല, ആ വിവരാവകാശം വീണ്ടും ചോദിച്ചപ്പോൾ 130 വർഷമായിട്ട് ചരിത്രത്തിൽ ജീർണാവസ്ഥയിലിരിക്കുന്ന എല്ലാവർക്കും പേടി സ്വപ്നമായ മുല്ലപ്പെരിയാർ എന്ന് എഴുതിയിട്ടുണ്ട്. കേരള സർക്കാർ തന്നെ എഴുതിയിരിക്കുകയാണ്.
അപ്പം ഒരു വശത്ത് അല്ലാതെ സുരക്ഷ എവിടെ നിങ്ങൾ എന്നാ ഇത് കൊടുത്ത അപേക്ഷ? ഈ 2025 പുതിയ അതിന്റെ വർഷം കത്തുണ്ടോ? 2024-25 അതിന്റെ കത്തിനകത്തുണ്ടോ? കത്ത് ഇതിനകത്ത് രേഖാമൂലം നമ്മളത് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇതൊരു ദുരന്തമാണെന്ന് സർക്കാരിന് അറിഞ്ഞിട്ടും സർക്കാർ എന്തുകൊണ്ടാണ് ഒന്നും ചെയ്യാത്തത് നിങ്ങൾ ചോദിച്ചില്ലേ? സർക്കാരിനോട് ഈ കാര്യം പറയുമ്പോൾ നമ്മുടെ കേരള സർക്കാരിന് ജലസംരക്ഷണവും ജലസേചന പ്രശ്നങ്ങളുമായിട്ട് അത്ര കൺസേൺ ഇല്ല. ഉം. നേരെ മറിച്ച് തമിഴ്നാട് സർക്കാരിനോട് നമ്മൾ വിവരാവകാശം ചോദിക്കുമ്പോൾ അവർ കൃത്യമായിട്ടുള്ള ജലവിഭവ വകുപ്പിൻ്റെ കത്തുകൾ നല്ല കൃത്യമായിട്ട് തരുന്നുണ്ട്. ഉം. കേരള സർക്കാർ തരുന്നുണ്ട്, പക്ഷേ ആർക്കും അതിൽ ഒരു താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ്. അതിൻ്റെ അർത്ഥം നമുക്ക് കേരള സർക്കാരിന് കൺസേൺ ഇല്ലെന്നാണ്. അല്ലല്ല, ഞാൻ ചോദിക്കുന്നത് ഈ സുരക്ഷാ കാര്യത്തിൽ ഇത്രയും സുരക്ഷാ വീഴ്ചയുണ്ട്, അപകടം ഉണ്ടാകുമെന്ന് അവർ പറയുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായും അടുത്ത സ്റ്റെപ്പിലേക്ക് ചെയ്യേണ്ടേ? ഇത് സുരക്ഷാ കുഴപ്പമുണ്ടെങ്കിൽ എന്തുകൊണ്ട് സർക്കാരിന് ഇതാ നിങ്ങളുടെ ഈ റിപ്പോർട്ട് അനുസരിച്ച് സുരക്ഷാ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഇത് പൊളിച്ചു കളയണം, അങ്ങനെ ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ടോ? കേന്ദ്ര സർക്കാരിലാണ് ആദ്യം പുതിയ മിനിസ്ട്രി വന്നപ്പോൾ നമ്മൾ അപേക്ഷ കൊടുത്തത്, ശരി. നിവേദനം. അതിനുശേഷം മിസ്റ്റർ സുരേഷ് ഗോപിയെ കണ്ടിരുന്നു, അദ്ദേഹത്തിന് കൊടുത്ത കത്ത്. അതിനുശേഷം ISRO ചെയർമാനെ കണ്ട് ഇക്കാര്യം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ ചെയർമാനായിട്ടുള്ള മിസ്റ്റർ അനിൽ ജെയിന് വരെ നമ്മൾ കത്ത് കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ എന്ത് പറയുന്നു? അവരുടെ മറുപടി എന്ന് പറഞ്ഞാൽ എല്ലാം സുപ്രീം കോടതിയിലെ കേസും കേരള തമിഴ്നാട് സർക്കാരുകളുടെ അലംഭാവവും കൊണ്ട് അവർ ഇടപെടുന്നില്ല എന്നുള്ളതാണ് അതിലെല്ലാം കാണുന്നത്. അപ്പോൾ കേരള സർക്കാരും ഈ തമിഴ്നാട് സർക്കാരും തമ്മിൽ ചെയ്യേണ്ട ഒരു കാര്യത്തിന് കേന്ദ്ര സർക്കാരിന് അവരിടപെടുമ്പോൾ മാത്രമേ ഇടപെടാൻ കഴിയൂ എന്നുള്ളൊരു നിലപാടിലാണ്. എന്താണ് ഈ രണ്ടുപേരും അലംഭാവം എന്താണ് ഇവരുടെ ഭാഗത്തുള്ള കേരള സർക്കാരിന്റെ? ഫെഡറൽ സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് അതിൽ ഇടപെടാൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരുകളുടെ ആവശ്യം വേണം എന്നാണ് കേന്ദ്രത്തിന്റെ ആവശ്യം. കേരളം ആവശ്യപ്പെടുന്നില്ല. കേരളം ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ ഇതുവരെ. എന്താ ആവശ്യപ്പെട്ടു? 2001 ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ കേസ് വഴക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 25 വർഷത്തെ കേസുകൾ നമ്മൾ ഹിസ്റ്ററി എടുത്തു. ആ ഹിസ്റ്ററി മുഴുവനും കേരളം തോൽക്കുന്നു, തമിഴ്നാട് ജയിക്കുന്നു. കേരളം ജയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള യാതൊരു എവിഡൻസുകളും ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ വന്നിട്ടില്ല. കോടതിയിൽ വന്നിട്ടുള്ള കേസുകളിലെല്ലാം തന്നെ ഇപ്പം 386/2001 ആയാലും അത് 2006, അതുപോലെ 3/2006 ആയാലും 7/5/2014 വിധി ആയാലും ഈ വിധിയിലൊക്കെ വന്നിട്ടുള്ളത് കേരള താല്പര്യത്തിനെതിരാണ്. അല്ലാതെ കേരളം ഒന്നും കൊടുത്തിട്ടില്ലെന്നാണോ? കേരളം കൊടുത്തിട്ടില്ലെന്ന് മാത്രമല്ല, നിയമപരമായി ചെയ്യേണ്ട ചില എവിഡൻസുകൾ ഹാജരാക്കാനോ നിയമപരമായി എടുക്കേണ്ട ചില നടപടിക്രമങ്ങൾ ചെയ്യാനോ കേരളം ഒന്നും ചെയ്തിട്ടില്ലെന്ന് വാസ്തവം നമുക്ക് രേഖ മനസ്സിലാക്കും. അതൊന്ന് കാണിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഞാൻ കാണിച്ചു തരാം. ഇത് കഴിയുമ്പോൾ അങ്ങേക്ക് അത് കാണിച്ചു തരാം. അതായത് മുല്ലപ്പെരിയാർ അണക്കെട്ട് സുരക്ഷിതമല്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത കേരള സർക്കാരിനാണ്. അപ്പം അവർ ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. ഇവർ പലപ്പോഴും അലംഭാവം കാണിക്കുകയാണ് ഈ കാര്യത്തിൽ. ഈ പ്രേമചന്ദ്രൻ മന്ത്രി ആയിരുന്നപ്പോഴും ചെയ്തിട്ടില്ലേ? എൻ്റെ നോട്ടത്തിൽ കേരള സർക്കാർ ഇന്ന് വരെ കഴിഞ്ഞ 5 മിനിസ്ട്രി എടുത്തു കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ ഡാമിന് വേണ്ടിയിട്ട് എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ 0 എന്ന് ഞാൻ പറയുള്ളൂ. അല്ല, അങ്ങനെ എങ്ങനെ ആധികാരികമായി പറയുന്നു? ആധികാരികമായിട്ട് പറയാൻ വേണ്ടി ഒരു കേസ് ജയിക്കണ്ടേ? നമ്മൾ ഇതുവരെ സുപ്രീം കോടതിയിൽ ഒരു കേസും ജയിച്ചിട്ടില്ല. നമ്മുടെ ഏത് കേസ്? മാത്രമല്ല, അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളം പ്രതിയായിട്ടാണ് വരുന്നത് എല്ലാ കേസിലും. കേരളം വാദിയായിട്ട് ഇതുവരെ ഒരു കേസും വന്നിട്ടില്ല. അതായത് തമിഴ്നാട് വാദിയാകുന്നു, കേരളം പ്രതിയാകുന്നു. നമ്മൾ കോടാനുകോടി രൂപ ചെലവാക്കി വക്കീലന്മാർ വെക്കുന്നു, കൗൺസിൽ അത് നടത്തുന്നു, അതിനെ ചെലവാക്കുന്നത് മാത്രമല്ല നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇല്ല. നമ്മൾ ഇതുവരെ, എൻ്റെ ചോദ്യം, അതായത് പലപ്പോഴും കേരളം അത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് തമിഴ്നാട് കേസ് കൊടുക്കുമ്പോൾ നമ്മൾ ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നല്ലാതെ നമ്മൾ ഇതുവരെ ഇത് പൊളിച്ചു കളയണമെന്ന് കേസ് കൊടുത്തിട്ടില്ലേ? ഇതുവരെ ഇല്ല. ഡികമ്മീഷൻ ചെയ്യണമെന്നോ ഇനി ഇവിടെ ഒരു ഡാം പശ്ചിമഘട്ടത്തിൽ വേണ്ടെന്നോ കേരളം പറഞ്ഞിട്ടില്ല ഇതുവരെയും. നേരെ മറിച്ച് ജനങ്ങളുടെ കണ്ണിപ്പൊടിയിടാൻ വേണ്ടി പുതിയൊരു ഡാമിൻ്റെ പ്രപ്പോസൽ കൊടുത്തിരിക്കുക കേന്ദ്രത്തിന്. രേഖാമൂലം ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു ഡാം പ്രപ്പോസൽ കേന്ദ്ര സർക്കാരിൻ്റെ CWCയുടെ ഫയലിൽ ഇല്ലെന്ന് അവർ രേഖാമൂലം തന്നു. അപ്പോൾ ആ പ്രപ്പോസൽ കൊടുത്തിട്ടില്ലേ? പ്രപ്പോസൽ കൊടുത്തു എന്ന് നമ്മളെ പറഞ്ഞ് വഞ്ചിച്ചിരിക്കുക. യഥാർത്ഥത്തിൽ ആ പ്രപ്പോസൽ ഉണ്ടെങ്കിൽ അവരില്ലെന്ന് പറയുമോ? കേന്ദ്ര സർക്കാർ തന്ന മറുപടിയിൽ ഡാം പ്രപ്പോസൽ അതിൽ പറഞ്ഞിട്ടില്ല. ഈ കഴിഞ്ഞ തവണ ഇൻസ്പെക്ഷൻ നടത്തിയല്ലോ സുപ്രീം കോടതിയുടെ ഡയറക്ഷനിൽ. ആ ഇൻസ്പെക്ഷൻ്റെ മിനിറ്റ്സിൻ്റെ കോപ്പി ഞാൻ എടുത്തു. ഈ കഴിഞ്ഞ മിനിറ്റ്സിൻ്റെ കോപ്പി. ആ മിനിറ്റ്സിൻ്റെ കോപ്പിയിൽ അവസാന പാരഗ്രാഫിൽ പുതിയ ഡാം സംബന്ധിച്ചുള്ള കാര്യം പറയുന്നുണ്ട്. അത് അവരുടെ കൺസേൺ അല്ലെന്നാണ് ആ കമ്മിറ്റി തന്നെ എഴുതിയിട്ടുള്ളത്. അവർക്ക് നോക്കണ്ട.
അവർക്കത് നോക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടില്ല, അവർക്കത് നോക്കാനുള്ള ചോയ്സ് കൊടുത്തിട്ടില്ല, അവർക്ക് ഇത് മാത്രം സുരക്ഷ മാത്രം. ടേംസ് ഓഫ് റെഫറൻസ് ഇല്ല. എന്തുകൊണ്ടാണ് ഈ സുപ്രീം കോടതി നമുക്കെതിരെ വരുന്ന എല്ലാ കേസുകളും? ഒരു കാരണവശാലും സുപ്രീം കോടതി എതിരെന്ന് പറയാൻ കഴിയില്ല. നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്ന അങ്ങനെയാണ്. രാഷ്ട്രീയ നേതൃത്വം കാലാകാലങ്ങളിൽ എടുക്കേണ്ട പോളിസി എടുക്കാത്തത് കൊണ്ട് സുപ്രീം കോടതിയുടെ മേൽ ചാരി വയ്ക്കുന്നതാണ്. സുപ്രീം കോടതി ഒരിക്കലും അവിടെ വരുന്ന എവിഡൻസ് നോക്കിയിട്ടല്ലാതെ വിധി ഇടില്ലെന്ന് നമുക്കറിയാമല്ലോ. യഥാർത്ഥ വിധി സുപ്രീം കോടതി മുമ്പാകെ അത് വരാൻ വേണ്ടുന്ന എവിഡൻസുകൾ ചെന്നിട്ടില്ല. ആ എവിഡൻസ് കൊടുക്കുന്ന കാര്യത്തിൽ കേരളം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുക. അല്ല, നമ്മൾ കുറച്ച് ഞാൻ ഒറ്റ കാര്യം ഞാൻ പറയാം അങ്ങയുടെ ശ്രദ്ധയിലേക്ക് വരാൻ വേണ്ടി. ഇപ്പം നിലവിലൊരു കേസ് നടക്കുന്നുണ്ട്, 4/2014 എന്ന് പറയും, കാർ പാർക്കിംഗ് കേസ്, മെഗാ കാർ പാർക്കിംഗ് കേസ് എന്നാണ് പറയുന്നത്, തേക്കടി. ആ കേസ് ഇതുവരെ സുപ്രീം കോടതി ഇട്ടിട്ടുള്ള 11 പോയിന്റ് ഉണ്ട് അതിൽ ഇഷ്യൂസ്. ആ ഇഷ്യൂസിൽ 1886 പാട്ടക്കരാർ കേരളത്തിന് അത് റദ്ദാക്കാൻ പാകത്തിനുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ 11 ഇഷ്യൂസിൻ്റെ മറുപടി സബ്മിറ്റ് ചെയ്യാൻ കേരള സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ 2014 കേസിന് 2025 ഈ നവംബർ 30 വരെ കൊടുത്തിട്ടില്ല. 2014 കേസിൽ സുപ്രീം കോടതി ഇട്ട ഇഷ്യൂസിന് 30/2015 വരെ മറുപടി കൊടുത്തിട്ടില്ല. കേരളം എഴുതി തന്നിട്ടുണ്ട്. അപ്പോൾ എവിടെ നിൽക്കുന്നു നമ്മുടെ കേസിൻ്റെ കാര്യം? നമുക്കൊരു മെഗാ കാർ പാർക്കിംഗ് കേസ് മാത്രം ജയിച്ചാൽ മതിയോ? അതിന് മുമ്പായിട്ടുള്ള 1886 പാട്ടക്കരാർ, 1970 ഉണ്ടായിരുന്ന സപ്ലിമെൻ്ററി കരാറുകളിലെ അപാകതകൾ ഇതെല്ലാം പരിശോധിക്കണ്ടേ? അപാകത തന്നെയുണ്ട്. 1970 അനുബന്ധ കരാർ എന്ന് പറയുമ്പോൾ ഒന്ന് 1886 കരാറിൻ്റെ ഭേദഗതി ചെയ്യുക എന്നുള്ളതായിരുന്നു. 2 അതിൽ വന്നിട്ടുള്ളത് പ്രോജക്റ്റ് ചെയ്തത് പെരിയാർ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ആയിരുന്നു. പെരിയാർ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് തന്നെ അബദ്ധ പഞ്ചാംഗമാണ്. പാട്ടക്കരാർ പുതുക്കുന്നതിനൊപ്പം ഈ ഇലക്ട്രിക് കരാറും കൂടെ കൊണ്ടുവന്നിട്ട് ഈ ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് 350 മില്യൺ യൂണിറ്റ് വരെ പൈസയ്ക്ക് താഴെ കഴിഞ്ഞ 55 വർഷമായിട്ട് നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. 350 മുകൾ മില്യൺ യൂണിറ്റിനും പൈസയുടെ അടുത്ത് വരുന്നേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം എന്താ? നമ്മളിപ്പോൾ പൊതു ഇതിലേക്ക് നമ്മൾ യൂണിറ്റിന് എത്ര രൂപ കൊടുക്കുന്നു? 2025 താരിഫിൻ്റെ അവർ കൊമേഴ്സ്യൽ 71 ഇതുവരെ പുതുക്കിയിട്ടില്ല. 55 വർഷമായിട്ട് ആ കരാർ പുതുക്കിയിട്ടില്ല. എന്ന് എഴുതുന്നുണ്ട് നമുക്ക് കൃത്യമായിട്ട് RTI പ്രകാരം. അപ്പം അത് മാത്രമല്ല വിഷയം, ഈ മുല്ലപ്പെരിയാർ ഡാമിനെ വെച്ചിട്ട് 3 തരത്തിൽ തട്ടിപ്പ് നടക്കുന്നുണ്ട് അവിടെ. ഒന്ന്, പാട്ടക്കരാറിലുള്ള ലീസ് റെൻറ്റുമായി ബന്ധപ്പെട്ട 1 ഏക്കറിന് 30 രൂപയാണ്. ഇപ്പോഴത്തെ രീതിയിൽ അത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോടാനുകോടി രൂപ നമുക്ക് കിട്ടേണ്ടതാണ്. അത് റിവൈസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെയാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ റോയൽറ്റി ഈ പറഞ്ഞ ഈ രീതിയിൽ നമ്മൾ ഈ കാലഘട്ടത്തിനനുസരിച്ച് ഇലക്ട്രിസിറ്റി ഇത്രയും ബുദ്ധിമുട്ടുള്ള സമയത്ത് 7.75 നമ്മൾ വാങ്ങുന്നു. ആ സമയത്താണ് പൈസ പോലും ഇല്ലാതെ തമിഴ്നാടിന് ഒരു യൂണിറ്റിന് കൊടുത്തുകൊണ്ട് പൈസ ഇല്ല. 0.00137 റുപ്പീസ് എന്ന് പറഞ്ഞാൽ എത്രയാ? അതാണ് നമ്മുടെ കണക്ക്. അപ്പോൾ അത് വരുമ്പോൾ തന്നെ ഏതാണ്ട് 15,269 കോടി രൂപ നമുക്ക് കിട്ടാൻ കിടക്കുക 55 വർഷം. 55 കൊല്ലത്തെ. അത് മാത്രമല്ല, ഇതിൽ വലിയ തട്ടിപ്പ് വേറെ ഉണ്ട്. 2015 അല്ലല്ല, ഇതൊന്ന് പറഞ്ഞു. അതായത് 71 മുതൽ നമ്മൾ പുതുക്കിയാൽ എത്ര രൂപ അങ്ങ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 70 മുതൽ നമ്മൾ ഞാൻ പറഞ്ഞ അങ്ങ് ഈ 15,000 കോടി എന്ന് പറഞ്ഞാൽ എത്ര രൂപ വെച്ച് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അതായത് 70 മുതൽ നമ്മുടെ 2000 വരെ ഈ റോയൽറ്റിയുടെ കാര്യത്തിൽ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. അതായത് 70 ഉണ്ടാക്കിയ ഈ കരാറിൽ റോയൽറ്റി പുതുക്കാനുള്ള ഒരു ക്ലോസ് ഇല്ല. നേരെ കുറച്ച് പാട്ടത്തുക പുതുക്കാൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ വ്യത്യാസം? പാട്ടത്തുക എന്ന് പറയുമ്പോൾ 1 ഏക്കറിന് ഇത്ര രൂപ എന്നുള്ളത് 30 രൂപ നിലവിൽ നിശ്ചയിച്ചു വെച്ചിട്ടുള്ളതാണ്. നേരെ മറിച്ച് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന യൂണിറ്റിന് യാതൊരു റിവിഷനും ആ ഓർഡർ, അതാണ് റോയൽറ്റി. അത് പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ റോയൽറ്റി കൂടി അത് നമുക്ക് ഈടാക്കാമെങ്കിൽ ഇപ്പോഴത്തെ താരിഫ് അനുസരിച്ച് ഞാൻ പറഞ്ഞ 15,000 താരിഫ് മൊത്തം തരത്തില്ലല്ലോ. അല്ല, അത് നമുക്ക് ഈടാക്കാൻ വ്യവസ്ഥയുണ്ട്. കാരണം ഈ സുപ്രീം കോടതിയിൽ കേരളത്തിന് വേണ്ടി കേസ് പറയുന്ന അഡ്വക്കേറ്റുമാരിൽ മിടുക്കനായ ഒരു അഡ്വക്കേറ്റാണ് മോഹൻ വി കട്ടാർക്കി. അദ്ദേഹം 2015 തന്നെ ഈ കാര്യവുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു ലീഗൽ ഒപ്പീനിയൻ കേരള സർക്കാരിന് കൊടുത്തിട്ടുണ്ട്. 2015. ഇപ്പോൾ 2025, 10 വർഷമായി.
അതിൽ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ പ്രകാരം ആർട്ടിക്കിൾ 131 പ്രകാരം റോയൽറ്റി പുതുക്കാൻ മറ്റേ കരാറിലില്ല എങ്കിലും കേരളത്തിന് ആവശ്യപ്പെടാനുള്ള അധികാരമുണ്ട്. തമിഴ്നാടിനോട് ആവശ്യപ്പെട്ട് അവർ ചെയ്തില്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാം. 10 വർഷമായിട്ട് ആ ഉത്തരവ് പ്രകാരം ഇതുവരെ സമീപിച്ചിട്ടില്ല. ആ ഉത്തരവാണിത്. മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞ്, അതായത് ലെറ്റർ ഡേറ്റഡ് 23/9/2015 ഫ്രം ശ്രീ രമേഷ് ബാബു MR അഡ്വക്കേറ്റ് ആൻഡ് എൻക്ലോസ്ഡ് ലീഗൽ ഒപ്പീനിയൻ ഫർണിഷ്ഡ് ബൈ മോഹൻ വി കട്ടാർക്കി. ഓക്കെ, എന്താ പറയുന്നത്? ഇദ്ദേഹം പറയുന്നത് അനുസരിച്ചാണെങ്കിൽ കേരള ഹാസ് ദി റൈറ്റ് ടു സീക്ക് റിവിഷൻ ഓഫ് ലീസ് റെന്റ് ആസ് പെർ ക്ലോസ് C ഓഫ് ഫസ്റ്റ് സപ്ലിമെന്ററി അഗ്രിമെന്റ് 1970. ബട്ട് കേരള സ്റ്റേറ്റ് ഹാസ് നോ റൈറ്റ് ടു സീക്ക് റിവിഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ചാർജസ് ആസ് പെർ ക്ലോസ് 7 ഓഫ് ദി സെക്കൻഡ് സപ്ലിമെന്ററി അഗ്രിമെന്റ് 1970. ഒമിഷനാണത്, അത് എഴുതാതെ വിട്ടുപോയി. ബട്ട് ദ സ്റ്റേറ്റ് ഓഫ് കേരള ക്യാൻ ക്ലെയിം റൈറ്റ് ഓഫ് റിവിഷൻ അണ്ടർ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ലോ. ഇത് അക്കോർഡിംഗ് ടു ഹിം എ സ്യൂട്ട് അണ്ടർ ആർട്ടിക്കിൾ 131 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് പ്രൈമാ ഫേസി മെയിൻറ്റെയിനബിൾ എന്ന് എഴുതി വെച്ചിരിക്കുക. ഇത് ഒളിച്ചു വെച്ച് 10 വർഷമായിട്ട്. അപ്പം ഇതനുസരിച്ച് നമുക്ക് ഇലക്ട്രിസിറ്റിക്ക് തരാനുള്ള തുക ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ച് നമുക്ക് പരിഷ്കരിക്കാം. വേണമല്ലോ. അപ്പം അതിന് ഇതുവരെയുള്ള കുടിശ്ശിക നമുക്ക് മേടിക്കാം. വേണമല്ലോ. 10 വർഷമായിട്ട് കോടതി പോകാതിരുന്ന് ഇനി നമ്മൾ പോയി കഴിഞ്ഞാൽ വീണ്ടും 10 വർഷം നമ്മൾ നോക്കിയിരിക്കേണ്ടി വരും. അപ്പം അനാസ്ഥ ആരുടെയാണ്? കേരള സർക്കാർ. ഈ 70 കോൺട്രാക്ട് പുതുക്കാനുള്ള കരാറുണ്ടോ? അത് പെർമനന്റ് ആണോ? ഈ 1970 കരാറിൽ 2 സപ്ലിമെന്ററി കരാറുകളാണല്ലോ. അല്ല, അതിനകത്ത് 70 സപ്ലിമെന്ററി കരാറാണോ? ആണ്. അതിൽ മറ്റേ മെയിൻ കരാർ നിലനിർത്തുന്നു. മെയിൻ കരാറിന്റെ ഭേദഗതിയിൽ അത് നിലനിർത്തിക്കൊണ്ട് 1-2 കരാറുകളാണ് ഉണ്ടാക്കിയത്. 1970 കരാറിൽ ലീസ് റെന്റുമായി ബന്ധപ്പെടുത്തി 1, 2 ഈ പറഞ്ഞ റോയൽറ്റി ആയിട്ട് ബന്ധപ്പെടുത്തി. ലീസ് റെന്റിന് എവറി 30 years റിവൈസ് ചെയ്യാമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് 1 ഏക്കറിന് 30 രൂപ എന്നുള്ളത് എന്ന് ഇപ്പോഴത്തെ ലാൻഡ് വാല്യൂ അനുസരിച്ച് റിവൈസ് ചെയ്യാം. 30 കൊല്ലം കൂടും. യെസ്. അപ്പൊ 2000 പുതുക്കായിരുന്നു. 2000 പുതുക്കാമായിരുന്നു, പുതുക്കിയില്ല. അപ്പൊ അത് ഇപ്പോഴത്തെ വില അനുസരിച്ച് അതാണ് പ്രശ്നം. 2000 ഇത് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളൊക്കെ നടന്നു. ആ സമയത്ത് കേരള സർക്കാർ 2001 മുതൽ 2022 വരെ എന്ന് പറഞ്ഞാൽ 20 വർഷമായിട്ട് ഈ ലീസ് റെന്റ് പുതുക്കുന്ന കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്റേണലി. ഇതുവരെ അതിൽ നടപടിയായിട്ടില്ല. നമ്മൾ അങ്ങോട്ട് കത്തയച്ചിട്ടില്ലേ? തമിഴ്നാടിനോട് കത്തയച്ചിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുക. ഇവർ പരസ്പരം സെക്രട്ടേറിയറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തയച്ചിട്ട് എന്താ കാര്യമുള്ളത്? 22 വർഷം 2001 മുതൽ 2022 വരെ കത്തുകൾ നമ്മളുടെ കയ്യിലുണ്ട്. പിന്നെ കത്തയച്ചിട്ടില്ല. പിന്നെ കത്തുകൾ അത് നിന്നു. ലീസ് റെന്റ് റിവൈസ് ചെയ്യുന്ന കാര്യത്തിൽ പോലും നടപടി എടുത്തില്ല. അതുകൊണ്ട് എന്ത് പറ്റി? ഈ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് ഒരു RTA കൊടുത്തു. RTAയിൽ റവന്യൂ കമ്മീഷണർ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് റിവൈസ് ചെയ്യുന്ന ഫയലുകളൊന്നും ഞങ്ങളുടെ കസ്റ്റഡിയിലില്ല. ശരി. അദ്ദേഹം എന്നിട്ട് ഒരു കാര്യം ചെയ്തു, ഇടുക്കി ജില്ലാ കളക്ടർക്ക് ഫോർവേഡ് ചെയ്തു. ഇടുക്കി ജില്ലാ കളക്ടർ അവിടെയും ഇല്ലെന്ന് നമുക്ക് എഴുതി തന്നു. ഇടുക്കി ജില്ലാ റിവിഷന്റെ കാര്യം ഇടുക്കി ജില്ലാ കളക്ടർ പീരുമേട് താലൂക്ക് തഹസീൽദാർക്ക് ഫോർവേഡ് ചെയ്തു. പീരുമേട് താലൂക്ക് തഹസീൽദാർക്ക് ഫോർവേഡ് ചെയ്തപ്പോൾ അവിടെയും കുമളി വില്ലേജിലും അടക്കം ഇതൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടുതൽ അന്വേഷണം നടത്തിയപ്പോൾ റിവൈസ് നടത്താൻ വേണ്ടിയിട്ട് ഇവർ പല കത്തിടപാടുകളും നടത്തിയിട്ടുണ്ട്. ആ കത്തിൻ്റെ കോപ്പി നമ്മൾ വാങ്ങിച്ച് വെരിഫൈ ചെയ്തപ്പോഴാണ് ലീസ് റെന്റ് വാല്യുവേഷൻ നടത്തുന്നതിന് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഇടുക്കി ജില്ലാ കളക്ടർ 1 ഏക്കറിന് 75,000 രൂപ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ഈ 30 രൂപ എന്നുള്ളത് 75,000 നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇതുവരെ വെളിച്ചം കണ്ടിട്ടില്ല. ഈ കത്ത് ഒരു വർഷത്തേക്ക് 75,000 ഏക്കറിന് 75,000 ലാൻഡിന്റെ വാല്യൂ. അവിടുത്തെ 30 രൂപ എന്ന് പറയുന്നത് അത് 75,000 മാറിയാണ്. ആ ഓർഡർ പൂഴ്ത്തി വെച്ചിട്ട് നിലവിലുള്ള ആ പൈസ ഈടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടി ചെയ്തില്ലെന്ന് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് 75,000 കാര്യത്തിൽ ഒരു AG ഓഡിറ്റ് നടന്നിട്ടുണ്ട്. നമ്മുടെ അക്കൗണ്ടന്റ് ജനറൽ തിരുവനന്തപുരം ഓഡിറ്റ് 1 സെക്ഷൻ അവരാണ് ചെയ്യുന്നത്. ഇത് മുല്ലപ്പെരിയാറിൻ്റെ ലീസ് റെന്റ് അവർ ഓഡിറ്റിന് വിധേയമാക്കി 10 വർഷത്തെ. അതായത് 2013 മുതൽ 2023 വരെ. ആ ഓഡിറ്റിൻ്റെ ഫയലിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന അവർ ആവശ്യപ്പെട്ട യാതൊരു ഫയലുകളും ഹാജരാക്കിയില്ല. എന്നാലും അവർ കിട്ടിയ ഫയലുകളൊക്കെ തപ്പിക്കൂട്ടിയെടുത്തപ്പോൾ 14,85,00,000 രൂപ അവർ കണ്ടെത്തി. പഴയ റേറ്റ്. അതെ, 30 രൂപയുടെ റേറ്റിൽ. 30 രൂപയുടെ റേറ്റിലല്ല, അവരുടെ ഈ ഫയലിനകത്തൊരു 750 രൂപ എന്ന് പറഞ്ഞൊരു റേറ്റ് കണ്ടുവന്നു.
750 അല്ല, യഥാർത്ഥത്തിൽ 75,000 മനസ്സിലായി. 2 പൂജ്യം അങ്ങ് മാറിപ്പോയി. ഉം. അപ്പം തുക അങ്ങ് മാറി. ഉം. 14,85,00,000 രൂപ ഈടാക്കണം എന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട് ഈ കാര്യത്തിൽ. ഉം. ആ എഴുതി വെച്ച ഓഡിറ്റ് റിപ്പോർട്ട് 2023 മുതൽ ഇപ്പോൾ 2 വർഷമായിട്ട് വെറുതെ ഇരിക്കുകയാണ്. AGയുടെ ഓഡിറ്റാണെന്ന് ഓർക്കണം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അന്തർ സംസ്ഥാന ജല തട്ടിപ്പാണ്. ഇപ്പൊ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ വാടക, അതായത് ഭൂമിയുടെ വാടക, ലീസ് റെന്റ്. ലീസ് റെന്റ്. ഈ ലീസ് റെന്റ് 30 എന്നുള്ളത് 70,000 ആക്കാനുള്ള പ്രോസസ്സിൽ ഒരു അപേക്ഷ പോലും നമ്മൾ കൊടുത്തിട്ടില്ല ഇതുവരെ. അപ്പൊ എത്ര കോടി രൂപ നമുക്ക് അത് ആ പുതിയ റേറ്റ് ഈ ഇനത്തിൽ തന്നെ നമുക്ക് അതിലും വലിയ തട്ടിപ്പ് വന്നിട്ടുള്ളത്, ഈ നമ്മളെല്ലാം കേട്ടിട്ടുള്ളത്, അങ്ങടക്കം കേട്ടിട്ടുണ്ടല്ലോ, 8,000 ഏക്കറാണ് ഈ ഭൂമി മുല്ലപ്പെരിയാറിന്. ഒരു 100 ഏക്കറും കൂടി അതിൻ്റെ അപ്പർട്ടനൻ്റ് പ്രവൃത്തികൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 8,100. ഈ 70 എഗ്രിമെൻറ്റ് പ്രകാരം അവിടെ ഈ ഇലക്ട്രിസിറ്റി കാര്യത്തിന് വേണ്ടി ഒരു 42.97 ഏക്കർ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര വരും? 8,142.97 ഏക്കർ എന്നാണല്ലോ കണക്ക്. ഇപ്പം ലീസ് റെൻറ്റ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് 8,592.97. ഇതെങ്ങനെ സംഭവിച്ചു? ഈ വരുന്ന 450 ഏക്കർ എവിടെ നിന്നും തമിഴ്നാടിന് ആര് കൊടുത്തു? അത് സംബന്ധിച്ച് RTI വെച്ചപ്പോൾ അവർക്ക് ആർക്കും അറിയില്ല. ജലവിഭവ വകുപ്പിന് അറിയില്ല, റവന്യൂ വകുപ്പിന് അറിയില്ല, വനം വകുപ്പിന് അറിയില്ല. ഇതെല്ലാം കാണിച്ച് ഞാൻ ബഹുമാനപ്പെട്ട കേരള ഗവർണർക്ക് ഒരു പരാതി കൊടുത്തു, അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അങ്ങ് അന്വേഷിക്കണം, അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന്. ആ ഫയൽ ഗവർണർ അങ്ങനെ തന്നെ മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് ഇപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ പറയുന്ന 8,592 ഏക്കർ അല്ല, നമ്മുടെ പെരിയാർ മുല്ലപ്പെരിയാറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വൃഷ്ടിപ്രദേശം എന്ന് പറഞ്ഞാൽ കാച്ച്മെൻറ്റ് ഏരിയ എത്ര ലക്ഷമാണ് കിടക്കുന്നത്. അത് ഏകദേശം ഒരു 12,70,000 ഏക്കർ ഭൂമി വരും. ഇത് ഒഴുകി വരുന്ന സ്ഥലമല്ലേ ഈ പറയുന്നത്. നമ്മൾ ആരെങ്കിലും അവിടെ പോയി ഒരു പശുവിന് പോലും പുല്ലറുക്കുന്നുണ്ടോ? കയറാൻ പറ്റില്ലല്ലോ. ഈ പറയുന്ന 12,70,000 ഏക്കർ വരുന്ന ഭൂമിയുടെ ഈ പറയുന്ന തുക വെച്ച് കൂട്ടുകയാണെങ്കിൽ എത്ര കോടി രൂപ? 8,700 എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ഡാം കെട്ടിയ കുറെ ഭാഗം മാത്രം. ആ വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗം മാത്രം. വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗം മാത്രം മതിയോ നമുക്ക്? നമ്മുടെ ഭൂമി അതാണോ? നമ്മുടെ ഭൂമി എൻ്റയർ ഭൂമിയല്ലേ? വെള്ളം, അതായത് നദി ഒഴുകി വരുന്ന കേരളത്തിൽ നിന്ന് വെള്ളം വേണം. കാരണം 5,300. ഇത് എങ്ങനെ കേരളത്തിൽ, ഇത് മുല്ലയാർന്ന് കേരളത്തിൽ തുടങ്ങും? അതിലൊരു തട്ടിപ്പ് വന്നിട്ടുണ്ട്. അതായത് 5,398 കിലോമീറ്റർ സ്ക്വയറാണ് കാച്ച്മെന്റ് ഏരിയ മൊത്തം. ആ കാച്ച്മെന്റ് ഏരിയയിൽ 114 കിലോമീറ്റർ സ്ക്വയറാണ് ഈ തമിഴ്നാടിൻ്റെ ഒഴുകി വരുന്ന വെള്ളം എന്നാണ് നമ്മുടെ കേരളം സുപ്രീം കോടതി കൊടുത്തിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായില്ല, വെറുതെ കൊണ്ട് കൊടുത്ത് അടി വാങ്ങിച്ചതാണ്. ആ പറയുന്ന 5,398 കിലോമീറ്റർ സ്ക്വയറിൽ നിന്ന് 114 കുറച്ചാൽ 5,284 കിലോമീറ്റർ സ്ക്വയർ ആയല്ലോ. ഇതിനെ നമ്മൾ ഏക്കർ ആക്കുമ്പോഴാണ് ഈ പറയുന്ന 12,70,000 ഏക്കർ വരുന്നത്. അതിലിപ്പോൾ ഹെഡ് വർക്കിലുള്ള കുറച്ച് ഏരിയ മാറ്റിയാൽ ബാക്കി നമുക്ക് എങ്ങനെ വന്നാലും 12 ലക്ഷം ഏക്കർ നമ്മുടെ വെള്ളത്തിനടിയിലാണ്. ഇത് നമ്മുടെ ഭൂമിയല്ലേ, നമുക്ക് അവകാശപ്പെട്ടതല്ലേ, നമുക്ക് അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇത്രയും പ്രവേശിക്കാനും പറ്റത്തില്ല. ഞാൻ പ്രവേശിക്കാൻ വേണ്ടി എഴുതി കൊടുത്തിട്ട് എനിക്ക് അനുമതി നിഷേധിച്ചു. അല്ല, ഇവരുടെ 8,000 പ്രവേശിക്കാൻ പറ്റാത്തുള്ളൂ. ഒരു സ്ഥലത്തും അവർ പ്രവേശിപ്പിക്കില്ല. അതിനുവേണ്ടി കേരളം കൂടി കൂട്ടുനിന്ന് വേറൊരു സംഗതി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടാക്കി. 2018 പ്രളയം വന്നപ്പോൾ കൃത്യമായിട്ട് ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ വനം വകുപ്പിനെ കൊണ്ടും ആഭ്യന്തര വകുപ്പിനെ കൊണ്ടും നോട്ടിഫിക്കേഷൻ ഇറക്കി. ഈ മുല്ലപ്പെരിയാർ ഏരിയ മുഴുവൻ സംരക്ഷിത സുരക്ഷിത മേഖലയാണെന്ന്. ആരും കയറാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ 2018 മുഴുവൻ കാടല്ലേ, വെറും കാട്, മനുഷ്യരാരുമില്ല. മനുഷ്യർ താമസമുള്ളത് താഴെ പ്രദേശം മാത്രമേ ഉള്ളൂ. ബാക്കി പ്രദേശങ്ങളും അണക്കെട്ടിന് താഴെയല്ലേ, ഡൗൺ സ്ട്രീം മാത്രം. ബാക്കി മുഴുവൻ ഏരിയയും വെള്ളത്തിൽ പോത്തഞ്ഞു കിടക്കുന്ന ഏരിയല്ലേ. ഈ പറഞ്ഞ സ്ഥലത്തേക്ക് നമുക്ക് കയറാൻ കഴിയില്ല. ശരി, 777 കിലോമീറ്റർ സ്ക്വയർ ആണ് പെരിയാർ ടൈഗർ റിസർവ് വനം, അറിയാം, അതിൽപ്പെട്ടതാണല്ലോ ഇതും. ശരി, സമ്മതിച്ചു. അതിൽ 56 കിലോമീറ്റർ സ്ക്വയർ ബഫർ സോണാണ്. ബഫർ സോൺ എന്ന് പറഞ്ഞാൽ അവിടെ 5 തരത്തിലുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. KTDCയുടെ, കേരള വാട്ടർ അതോറിറ്റിയുടെ, കേരള ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ, തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ അടക്കമുള്ള സ്ഥാപനങ്ങളും എല്ലാം ടൂറിസവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതിനങ്ങ് മാറ്റിയാൽ ബാക്കി നമുക്കുള്ളതല്ലേ ഈ പറയുന്ന ഏരിയ. അതെങ്കിലും കാച്ച്മെൻറ്റ് ഏരിയ ആക്കി റവന്യൂവിന് പാട്ടഭൂമിയുടെ കാശ് 75,000 വെച്ചാണ് എത്ര ചെയ്യണ്ടേ? 2,31,000 കോടി രൂപ നമുക്ക് നഷ്ടം ആ കാര്യത്തിൽ. ഈ കഴിഞ്ഞ 55 വർഷമായിട്ട് നമുക്ക്
അത് വാല്യുവേഷൻ ഏകദേശം ഒരു വർഷം എത്ര കിട്ടേണ്ടി വരും? ഒരു വർഷം ഡിവൈഡ് ബൈ 55 എടുത്തോ, 70 മുതൽ ഇങ്ങോട്ട് കിടക്കുകയല്ലേ. അത് മാത്രമല്ല, ഞാൻ നേരത്തെ 2,35,000 കോടി രൂപ. കോടി രൂപ, ഒരു രൂപ 2 രൂപയല്ല, കേരളത്തിൻ്റെ ആഭ്യന്തര കടത്തിൻ്റെ 1/3 വരും ഈ സംഗതി. ഇത് ആർക്ക് വേണ്ടിയാ? അപ്പോൾ ഇത് ഒരു ആസൂത്രിതമായ ജലത്തട്ടിപ്പും കേരളത്തിനെ ചക്രവ്യൂഹത്തിലാക്കിക്കൊണ്ട് തമിഴ്നാട് ജലത്തിൻ്റെ കാര്യത്തിൽ ഒരു ചൂഷണം നടക്കുന്നു എന്നുള്ളത്. അല്ല, അപ്പം എൻ്റെ ചോദ്യം, ഇപ്പം ഈ വിഷയത്തിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത്, നമ്മളൊരു അണക്കെട്ട് പണിയുന്നു. യെസ്. ആ അണക്കെട്ടിൽ നമ്മൾ തമിഴ്നാട്ടിൽ വെള്ളത്തിന് പാട്ടത്തിന് കൊടുക്കുന്നു. ഈ പാട്ടത്തിന് കൊടുത്തിട്ട് അതിൻ്റെ സുരക്ഷ മോശമായിട്ടും, അതായത് അണക്കെട്ട് പൊളിഞ്ഞു പോകാവുന്ന അവസ്ഥയായിട്ടും അവരത് പൊളിക്കാൻ സമ്മതിക്കുന്നില്ല. അവർക്ക് വെള്ളം വേണം. ഇതാണ് നമ്മൾ നേരിടുന്ന സേഫ്റ്റി ഇഷ്യൂ. രണ്ടാമത്തേത്, ഇത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട വരുമാനം കിട്ടുന്നേ ഇല്ല. അവിടെയാണ് പ്രശ്നം. അതാണ് തട്ടിപ്പായി നടക്കുന്നത്. സുരക്ഷ ഒരു വശത്ത് നിൽക്കുമ്പോൾ വരുമാനം പോലും ഇല്ലാത്തൊരവസ്ഥയിൽ ഈ സംഗതി എങ്ങനെ കേരളം സഹിക്കണം? ഇതാണ് ഇഷ്യൂ. മൂന്നാമത്തെ ഒരു വലിയ തട്ടിപ്പ് നടക്കുന്നുണ്ട്. ഈ മുല്ലപ്പെരിയാറും കേരള സർക്കാരുമായിട്ടുള്ള ഈ ജലകരാറിൽ 2014 സുപ്രധാനമായിട്ടുള്ളൊരു കേന്ദ്ര സർക്കാരിൻ്റെ ഓർഡർ ഇറങ്ങിയിട്ടുണ്ട്. ഏതെങ്കിലും 2 സംസ്ഥാനങ്ങൾ തമ്മിൽ വൈദ്യുതിയുടെ കാര്യത്തിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ ഈ വൈദ്യുതിയുടെ ഫ്രീ ഷെയറിങ് പെർസെൻറ്റേജ് കൊടുക്കണം എന്നുണ്ട്. അത് പൂഴ്ത്തി വെച്ചിരിക്കുകയാണ് കേരള സർക്കാർ. മനസ്സിലായല്ലോ, ഒന്ന് വ്യക്തമായി. അതായത് തമിഴ്നാടും കേരളവുമായിട്ടുള്ളൊരു ജലവൈദ്യുതി കരാറാണ് നമ്മുടെ മുല്ലപ്പെരിയാറിലെ ജലവൈദ്യുതിയുടെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ. ആ കരാർ പ്രകാരം 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ളതിനെ പവർ തമ്മിൽ ഷെയർ ചെയ്യണം എന്നുണ്ട്. ഷെയറിങ് എന്ന് പറയുമ്പോൾ ഇവിടെ മുല്ലപ്പെരിയാറിൽ നിന്ന് ഈ വൈദ്യുതി ഉണ്ടാക്കാൻ വെള്ളം കൊണ്ടുപോകുന്നത് കൊണ്ട് കേരളത്തിനൊരു ഷെയറിന് അർഹതയുണ്ട്. അവർ നമുക്ക് ഉണ്ടാക്കി തരണം സൗജന്യമായി. യെസ്. അത് 2014 ആ ഉത്തരവ് വന്നത്. കേന്ദ്രം ഉണ്ടെന്ന ഉത്തരവാണ്. ആ ഉത്തരവ് പ്രകാരം 2014 മുതൽ ഫ്രീ ഷെയറിങ് ഓഫ് 12% ഉണ്ട് നമുക്ക്. അതായത് അവരുണ്ടാക്കുന്ന വൈദ്യുതി 12% നമുക്ക് തരണം. ഫ്രീ ഷെയറിങ്. ഇതുവരെ നമ്മൾ ക്ലെയിം ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, ആ ഫ്രീ ഷെയറിങ്ങിൽ നമുക്ക് 2845 കോടി രൂപ കിട്ടാനുണ്ട്. കണക്ക് കൃത്യം. അത് 2845 ഈ ഫ്രീ ഷെയറിങ് മാത്രം. 2014 മുതൽ. അപ്പോൾ അവരെത്ര വൈദ്യുതി ഉണ്ടാക്കുന്ന നമ്മളെ കണക്കുണ്ടോ? ഉണ്ടല്ലോ. അവർ നമുക്ക് കൃത്യമായിട്ട് റീഡിംഗ് എടുത്ത് അയച്ചു തരുന്നു. ശരിയാണോന്നറിയില്ല. അവർ തരുന്നത് നമ്മൾ വാങ്ങുന്നു, അത്രയേ ഉള്ളൂ. എത്ര അവർ വലിയതായിട്ട് ഉണ്ടാക്കുന്നുണ്ട്? അവർ ഏറ്റവും വലിയ കണക്കായിട്ട് വന്നിട്ടുള്ളത് 753 മില്യൺ യൂണിറ്റ് വരെ ഞാൻ കണ്ടിട്ടുള്ളൂ ഇതുവരെ. 753 മില്യൺ യൂണിറ്റ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം 350 മില്യൺ യൂണിറ്റ് വരെ വൈദ്യുതിക്ക് 0.00137 റുപ്പീസും, എന്ന് വെച്ചാൽ 13 പൈസ. 13 പൈസ അല്ല, റുപ്പീസ് വരുമ്പോൾ പൈസയിലും കുറവ് പൈസയായിട്ട് മാറുമ്പോൾ രൂപ. പിന്നെ 0.00 ഒരു പൈസ ഇല്ല, പൈസ വരുന്നില്ല. ഇനി 350 മില്യൺ യൂണിറ്റിന് മുകളിൽ അവർ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഓരോ യൂണിറ്റിനും 0.02055 ആണ് വെച്ചിട്ടുള്ളത്. അതും പൈസ ആയിട്ടില്ല. ഈ 2 ഇതും കൂടെ കൂട്ടി നമ്മൾ നോക്കുമ്പോൾ 70 റിവിഷൻ നടക്കാത്തത് കൊണ്ടും 70 റിവിഷൻ നടന്നില്ലേ? 70 എഗ്രിമെന്റ് പ്രകാരം 70 ഇത് എഗ്രി ചെയ്തു. അതെ, 2000 വരെയുള്ള സമയത്ത് ഇത് റിവിഷൻ നടക്കാത്തത് കൊണ്ടും നടക്കില്ലെന്നല്ല എഴുതി വെച്ചേക്കണം. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, നഷ്ടം 70 പുതുക്കിയത് 2000 വരെ ആ റേറ്റ് ഇല്ലായിരുന്നോ? നമുക്കത് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ലോ. ആ 70 മുതൽ 2000 വരെ 30 വർഷത്തെ ഈ നിങ്ങൾ ഈ പറഞ്ഞ 0. അത് തന്നെയല്ലേ മേടിക്കാൻ പറ്റുമോ? 70 2000 വരെ അല്ല, 2025 വരെ ക്ലെയിം ചെയ്യാൻ പറ്റാതിരിക്കുകയല്ല. 2000 വരെ ഞാൻ ചോദിക്കുന്നത് അതല്ലേ പറ്റത്തുള്ളൂ. പുതുക്കാൻ പറ്റും. പിന്നെ പുതുക്കണമെന്നായിരുന്നു നിയമം. ആണ്. പക്ഷെ 70 എഗ്രിമെന്റിൽ ഇലക്ട്രിസിറ്റി അങ്ങ് മാറ്റി പുതുക്കുന്ന കാര്യമേ ഇല്ല. അതിനെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ കട്ടാർക്കി ആവശ്യപ്പെട്ടത്. പക്ഷെ അതും 10 വർഷമായിട്ട് അല്ല, കട്ടാർക്കി പറഞ്ഞ എന്താണ്, അങ്ങനെ കരാറിൽ ഇല്ലെന്നേ ഉള്ളൂ. പുതുക്കാൻ പാടില്ല എന്ന് എഴുതി ചേർത്തിട്ടില്ല അല്ലെ? പുതുക്കേണ്ടതില്ല എന്ന് എഗ്രിമെന്റിൽ ഉണ്ടെങ്കിലും നമുക്ക് നിയമപരമായിട്ട് സുപ്രീം കോടതിയെ നമുക്ക് പെറ്റീഷൻ കൊടുത്ത് അത് ക്ലെയിം ചെയ്യാവുന്നതാണ്. ശരി. ആ വൈദ്യുതിയാണ് നമ്മൾ എത്ര പ്രതീക്ഷിക്കുന്നത്? ആ വൈദ്യുതി ഫ്രീ ഷെയറിംഗിൽ 2845 രൂപ നമുക്ക്. അത് 2014 മുതലുള്ള 2014 മുതൽ അത് ഫ്രീ ഷെയറിംഗ്. ഞാൻ പറഞ്ഞ ഈ ചെറിയ വിലയ്ക്ക് കൊടുക്കുന്ന സാധനം പുതുക്കിയാൽ 15,269 കോടി രൂപ നമുക്ക് കിട്ടണം.
കൃത്യമായ അപ്പൊ കണക്കല്ലേ. ഇതെല്ലാം കൂടെ കൂടിയാണ് 2,30,000. 2,30,000 ആ കണക്കൊന്ന് വായിച്ചത് നോക്കിയിട്ട് 2,31,480 രൂപ. ഒന്ന് ഡിവൈഡ് ചെയ്ത് അത് അത് എങ്ങനെയാ ഓരോന്ന് അതിനെ 3ആയിട്ട് ആ തിരിക്കാം. ലീസ് റെന്റ് മാത്രം 2,13,366 രൂപ. ലീസ് റെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഈ 30 12 രൂപ ലക്ഷം. എന്നുള്ളത് റിവൈസ് ചെയ്ത് ആ, ലാൻഡ് റവന്യൂ കമ്മീഷണർ റവന്യൂക്കാർ പറഞ്ഞിട്ടുള്ള ഏക്കറിന് 75,000 വെച്ച് വരെയാണെങ്കിൽ എന്നിട്ട് കിട്ടും. 12 ലക്ഷം ഏക്കറും ആവണം. യെസ്, ഉം, ആ ശരി. തുക അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ആ 12 ലക്ഷം ഏക്കറിൽ 8,000 എന്നല്ല 12 ലക്ഷമായി മാറണം. മാറ്റണമല്ലോ. ആ മാറ്റി ഇത് പുതുക്കണം. നമുക്ക് കാശ് കിട്ടാനുള്ളത് വാങ്ങാനുള്ള ശരി. ഏർപ്പാട് നമ്മൾ. ആ 2, റോയൽറ്റി ലോസ്. വൈദ്യുതിയുടെ. വൈദ്യുതിയുടെ ഉം, അത് റോയൽറ്റി എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. ആ റോയൽറ്റിയിൽ നമുക്ക് കിട്ടേണ്ടത് 15,269 കോടി രൂപയാണ്. ശരി. അത് നമ്മൾ പറയുന്നതല്ല, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ട്രാക്ക് ടി മുല്ലപ്പെരിയാർ ബാർ 2354 എന്ന് പറയുന്ന ഉത്തരവിൽ ഈ പറയുന്ന റോയൽറ്റി ലോസ് സംബന്ധിച്ച് വരേണ്ട കാര്യങ്ങൾ എത്ര എന്ന് വ്യക്തമായിട്ട് എഴുതി വെച്ചത്. ശരി. അതുപോലെ തന്നെയാണ് നമുക്ക് ആ ഫ്രീ ഷെയറിങ്ങിൽ വരേണ്ട 2,845. ഈ പറയുന്ന തുക എല്ലാം കൂടി 2,31,480 കോടി രൂപ കേരളത്തിന് മുല്ലപ്പെരിയാറിൽ മാത്രം ശരി. ഇനി നഷ്ടമെന്നാണ് എൻ്റെ കണ്ടത്. ഇത് ഈ 75,000 രൂപ വെച്ച് കൂട്ടുമ്പോഴാണല്ലോ അത്. പക്ഷെ അപ്രൂവ് തരുമോ? പഴയ കാലത്തിന് കിട്ടുമോ? കാരണം ഇപ്പോൾ ഉള്ള അതിലേ കിട്ടത്തുള്ളൂ. 75,000 രൂപ എന്നുള്ള പുതിയ റേറ്റ് അല്ലേ? അല്ല, അതായത് 3 തരത്തിലാണല്ലോ വലിയ വാല്യൂ എടുക്കുന്നത്. ഈ കേരളത്തിലെ ഭൂമിയുടെ വാല്യൂ കണക്കാക്കുന്ന റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുകാരാണ്. അതെ. അതിനിപ്പോൾ ആർക്കും അധികാരം വേറെ കൊടുത്തിട്ടില്ല. അങ്ങനെ അവർ കൂട്ടുമ്പോൾ ഗോൾഡിൻ്റെ റേറ്റ് എടുക്കാം, ഇൻഫ്ലേഷൻ റേറ്റ് നമ്മളിവിടെ എടുക്കാം. ഭൂമി പാട്ടത്തിന് കൊടുക്കുമ്പോൾ 70,000 രൂപ വരെ ഏക്കറിന് മേടിക്കാറുണ്ടോ? അല്ല, ഗോൾഡിൻ്റെ റേറ്റും അന്ന് നിലവിലുള്ള ഗോൾഡിൻ്റെ റേറ്റ്, അന്ന് നിലവിലുള്ള ഇൻഫ്ലേഷൻ റേറ്റ്, അന്ന് നിലവിലുള്ള CPI ഏതും എടുക്കാം. ഏത് മാനദണ്ഡം എന്ന് വെച്ച് എടുത്തോട്ടെ, നമുക്കതിൽ വിഷയമില്ല. ഇനിയിപ്പോൾ ഈ പറഞ്ഞ അല്ല, ഞാൻ രീതിയിൽ ചോദിക്കണേ, ഇപ്പൊ എത്ര സാധാരണഗതിക്ക് ഒരു ഏക്കറിനൊക്കെ സർക്കാർ ചെറിയ പൈസയിലേ ഈടാക്കാറുള്ളൂ? അല്ല, അങ്ങനെ ഈടാക്കുന്ന ഭൂമി വില അല്ലല്ലോ ഇപ്പം കേരളത്തിലെ ഭൂമി വില മാറിപ്പോയില്ലേ. ആ ഇനി ഈ മാറ്റത്തിനനുസരിച്ചുള്ളത് കുടിശ്ശിക വേണം. ഇനി റിവൈസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ പോലും നിലവിലുള്ള റേറ്റ് ആണെങ്കിൽ പോലും നമുക്ക് കുടിശ്ശിക ഉണ്ടോ? നിലവിലുള്ള റേറ്റാണ് കുടിശ്ശിക വരില്ല. കാരണം കൃത്യമായിട്ട് സെപ്റ്റംബർ 2025 വരെ അവർ അടച്ചു വെച്ചിരിക്കുകയാണ്. അവർ സേഫ് ആയിട്ട് അടച്ചു. 2,59,000 രൂപ അവർ വർഷം അടച്ചുകൊണ്ടിരിക്കുക. ഒരു വർഷം 2,59,789 അതാണ് രൂപ. റിലീസിന്റെ. യെസ്, അത് എത്ര കിട്ടേണ്ടതാണ് ശരിക്കും പറഞ്ഞ ഈ കണക്കനുസരിച്ചാണ് ഒരു വർഷം? കണക്കനുസരിച്ചാണ് അത് ഏതാണ്ട് 1,732 കോടി വെച്ച് കിട്ടണം. അതാണ് 2 ലക്ഷത്തിൽ തന്നോണ്ടിരിക്കുന്നത്. അവർക്ക് സുഖമല്ലേ, അതുകൊണ്ട് അവർ അഡ്വാൻസ് ആയിട്ട് അടയ്ക്കുകയാണ്. അവർക്ക് വല്ലതും നോക്കാനുണ്ടോ? കൃത്യമായിട്ട് അഡ്വാൻസ് അടച്ചുകൊണ്ട് പോവുകയാണ്. 2025 സെപ്റ്റംബർ 30 വരെ അടച്ചിട്ടുണ്ട് കൃത്യമായിട്ടും. പഴയ റേറ്റ് അല്ലേ ഇത് തന്നെ. അപ്പോൾ ഈ മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ 3 തട്ടിപ്പ് വരുന്നത് അന്തർ സംസ്ഥാന ജലത്തട്ടിപ്പ് എന്ന് ഞാൻ പറയാൻ കാരണം അതാ. ഇപ്പോൾ എല്ലാം കൊള്ളയാണല്ലോ. ജലക്കൊള്ള എന്ന് പറയുന്നതിന് വേണമെങ്കിൽ ഇത് ജനം ശ്രദ്ധിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ആർക്കും ഒരു വൈദ്യുതിയുടെ യൂണിറ്റ് പോക്കറ്റിൽ നിന്ന് നമ്മൾ ഇത് ഉൾപ്പെടെ കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ. ഈ ഒരു സ്റ്റുഡിയോയ്ക്ക് മാത്രം ഒരു മാസം അടയ്ക്കുന്ന 36,000 രൂപ ആണല്ലോ. 7.75 നമ്മൾ പോക്കറ്റിൽ നിന്ന് ഇപ്പോൾ കൊടുക്കുന്നത്. നമ്മൾ ഫ്രീ ആയിട്ട് വേറെ ആളുകൾക്ക് 1,00,000 രൂപയിലധികം കറണ്ട് ചാർജ് അടയ്ക്കുന്നു ആണല്ലോ. മാസം. ഞാൻ ഈ അടുത്ത തവണ ഈ കഴിഞ്ഞ പ്രാവശ്യമാണെന്ന് തോന്നുന്നു ഇലക്ട്രിസിറ്റി ബോർഡിന് ഒരു RTA വെച്ചു. ഇപ്പോഴത്തെ കോസ്റ്റ് ഓഫ് റേറ്റ് എത്രയെന്ന് ചോദിച്ചു. അവർ അപ്ഡേറ്റ് ചെയ്ത് 2025 എടുത്തു തന്നിട്ടുള്ള 7 രൂപ 75 പൈസ. ഒരു യൂണിറ്റിന്റെ കോസ്റ്റ് 7 രൂപ 75 പൈസ കോസ്റ്റ് വരുന്ന സാധനത്തിന് നമ്മൾ പൈസയ്ക്ക് താഴെ വിറ്റുകൊണ്ടിരിക്കുന്ന ദയനീയ അവസ്ഥയാണ് കേരളം. ഇത് എൻ്റെയും അങ്ങയുടെയും പോക്കറ്റിൽ നിന്നല്ലേ കൊടുക്കുന്നത്. ഈ കൺസേൺ ആർക്ക് വേണം? ഇതെന്താണ് ഇവരിതിങ്ങനെ ഈ പറയുന്ന കരാർ പുതുക്കുന്നതിനോ? പേടി, തമിഴ്നാടിൻ്റെ പേടി. ഈ ഭാര്യയെ പേടിയെന്ന് ആളുകൾ പറയില്ലേ, അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെ പേടിയുണ്ട്. ഇപ്പോൾ തമിഴ്നാടിനൊരു കത്ത് കൊടുക്കാനായിട്ട് ഇവർ അത്ര ധൈര്യം കാണിക്കാത്തത്. അപ്പോൾ എന്തൊക്കെ ഉണ്ട് ഇവർ തമ്മിലുള്ള കാര്യം. പണ്ട് ആളുകൾ പറഞ്ഞിട്ടുള്ളത് ശരിയായ സാധ്യതയുണ്ടോ? അവർക്ക് ചില്ലറ കിട്ടുന്നുണ്ടോ? കാരണം അത് ആവാമല്ലോ. അല്ലെങ്കിൽ പിന്നെ ധൈര്യമായിട്ട് അവനവൻ്റെ രാജ്യത്തിന് വേണ്ടി അവനവൻ്റെ സംസ്ഥാനത്തിന് വേണ്ടി ഒരു കത്ത് കൊടുക്കാനുള്ള തയ്യാറാവണ്ടേ? ന്യായമായിട്ട് നിങ്ങളിത് പുതുക്കണം എന്ന് ആവശ്യപ്പെടണ്ടേ? ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. 2025 നവംബർ 30 വരെ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് കത്ത് തന്നിട്ടുണ്ട്. ഒന്നെടുത്തേ. ചീഫ് എഞ്ചിനീയറുടെ കാര്യാലയം ISW 5/3/2025 നൽകിയ RTA പ്രകാരം ഞാൻ നേരത്തെ പറഞ്ഞ അവരുടെ പാരഗ്രാഫ് C പറയുന്നത് 29/5/1970 മുതൽ ഓരോ 30 വർഷം കൂടുമ്പോഴും പാട്ടവാടക പുതുക്കാവുന്നതാണ്. എന്നാൽ 29/5/70 ശേഷം കരാർ പുതുക്കൽ നടന്നിട്ടില്ല.
വ്യക്തമായിട്ട് എഴുതി തന്നിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ 55 വർഷമായിട്ട് എന്നാന്ന് പറയുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് പാട്ടവാടക വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ്, റവന്യൂ വകുപ്പ്, അഡ്വക്കേറ്റ് രാജീവ് ധവൻ, അഡ്വക്കേറ്റ് മോഹൻ വി കട്ടാർക്കി, ഞാൻ നേരത്തെ പറഞ്ഞ അഡ്വക്കേറ്റ് ജയ്ദീപ് ഗുപ്ത എന്നീ മുതിർന്ന കൗൺസിലർമാരുടെയും വിദഗ്ധ അഭിപ്രായം തേടിയിരുന്നെങ്കിലും അന്തിമ തീരുമാനത്തിൽ എത്തിച്ചേരാനായിട്ടില്ല. ഇതേ സംബന്ധിച്ചുള്ള നടപടികൾ പുരോഗമിച്ചു വരുന്നേ ഉള്ളൂ. വർഷങ്ങൾ ഇത്രയായിട്ട് 10 വർഷമായി കട്ടാർക്കി പറഞ്ഞിട്ട്. നിങ്ങൾ കോടതിയിൽ പോയി അത് വാങ്ങാൻ. കട്ടാർക്കിടെ നമ്മൾ കാണിച്ചായിരുന്നു. കട്ടാർക്കിയുടെ ഞാൻ നേരത്തെ എടുത്ത് കാണിച്ചല്ലോ, കാണിച്ചതാണെങ്കിൽ ഞാൻ മതി. വായിച്ചല്ലോ. ആ, വായിച്ചു, ഇല്ലേ? വായിച്ചു. അപ്പൊ കട്ടാർക്കി പറഞ്ഞതും ഈ കത്തുമായിട്ട് ഒന്ന് തുലനം ചെയ്യാം. അപ്പൊ നമ്മളുടെ അനാസ്ഥ എവിടെ നിൽക്കണമെന്ന് മനസ്സിലാവും. നമ്മളുടെ പ്രശ്നം എന്ന് ഈ പറഞ്ഞാൽ കാശ് നമുക്ക് ഇത്ര അർഹത ഉണ്ട് എന്ന് പറഞ്ഞാൽ അതുണ്ടോ? 75,000 രൂപ ആ കത്തുണ്ടോ? തീർച്ചയായിട്ടും ഇതിലുണ്ട്, അത് കാണിച്ചു. ഫയലുണ്ട്. കുയിലിമല പൈനാവ് PO ഇടുക്കി ഉം. 24/2015 ആ കത്തില് പാരഗ്രാഫ് ലാസ്റ്റിൽ പറയുന്നു, ഐ മേ ഇൻഫോം യു ദാറ്റ് വൈഡ് റെഫറൻസ് ടു ദാറ്റ് ദ ഡിസ്ട്രിക്ട് കളക്ടർ ഇടുക്കി ഉം. informed in the year 2000 that the pyramid Tahsildar, after verifying relevant records and inspecting land in and around the leased land, had recommended a land value of Rs 10,000 per cent for the dry land and 5,000 per cent for the water spread area. Therefore, the district collector has proposed lease rent of 15% of the market value of land as suggested above for the land leased out to the government of Tamil Nadu. The lease rent value Rs 75 per acre. 75,000 മനസ്സിലായി. 75,000. per acre was arrived as per the data supplied by the district collector and Tahsildar. ഇതിൽ കൂടുതൽ എന്ത് വേണം ആ കത്തിൽ? മനസ്സിലായി. ഈ സ്ഥലം ഇത്രയും ഉണ്ടായിരുന്നു. ഈ നമ്മൾ ഈ 2 ലക്ഷത്തിലധികം നമ്മുടെ 12 ലക്ഷം 12,70,000 അത് അതിന്റെ വരുന്ന എവിഡൻസ് acre. ഉണ്ടാവുള്ളേ? അത് കാച്ച്മെന്റ് ഏരിയ കൃത്യമായിട്ട് അതിന്റെ റെക്കോർഡുണ്ട്, നമ്മുടെ കയ്യിലുണ്ട്. കാച്ച്മെന്റ് ഏരിയയുടെ വിശദാംശങ്ങൾ ഇപ്പൊ തന്നെ ഞാനത് പറഞ്ഞുതരാം. കാച്ച്മെന്റ് ഏരിയ ഓഫ് ദി പെരിയാർ ബേസിൻ, ദാറ്റ് ഈസ് MPD റിസർവയർ 5398 സ്ക്വയർ കിലോമീറ്റർ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, MPD റിസർവയർ മാത്രം. അത് പെരിയാർ ബേസിനാണ് ഈ പറയുന്ന 5398 സ്ക്വയർ കിലോമീറ്റർ. തമിഴ്നാട് ഏരിയ 114 സ്ക്വയർ കിലോമീറ്റർ ഉള്ളി. കാച്ച്മെന്റ് ഏരിയ ഓഫ് കേരള ഈ 114 കുറച്ചാൽ 5284. കാച്ച്മെന്റ് ഏരിയ ഓഫ് ഹെഡ് വർക്കിന് ഒരു 624.5 സ്ക്വയർ കിലോമീറ്റർ ഉണ്ട്. അതിനങ്ങ് മാറ്റണം അതിൽ നിന്ന്, ആ ഹെഡിൻ്റെ അത് നോക്കുക, അത് വെള്ളമായിട്ട് ബന്ധപ്പെട്ടല്ല. ബാലൻസ് ഏരിയ ഓഫ് ദി ബേസിൻ 4659.5 സ്ക്വയർ കിലോമീറ്ററാണ്. സ്ക്വയർ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ അതിനെ ഏക്കറിലേക്ക് മാറ്റുമ്പോഴാണ് ഈ പറയുന്ന നമ്മളുടെ ഈ 12 ലക്ഷത്തിൻ്റെയിലേക്ക് വരുന്നത്. അപ്പൊ ആക്ച്വലാണ്. ഒരിക്കൽ പോലും നമ്മൾ ഇതിന് ഈ ഒരു ഭൂമി ഇത്ര ഉണ്ടെന്ന് പോലും ക്ലെയിം ഒരാൾക്കും അറിയില്ലല്ലോ, നമ്മൾ ക്ലെയിം ചെയ്തിട്ടില്ല, കെയർ ചെയ്തിട്ടില്ല, പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. നമ്മുടെ സംവിധാനങ്ങൾ അതിനു വേണ്ടി ശ്രമിച്ചാലല്ലേ ഉള്ളൂ. ഇത് മാത്രമല്ല, ഇതിപ്പം ഒരു മുല്ലപ്പെരിയാർ മാത്രം അല്ല. അതിലേക്ക് പോവാം, മുല്ലപ്പെരിയാർ തീർന്നിട്ട് പോവാം. അപ്പം നമ്മൾ മുല്ലപ്പെരിയാറിനെ കുറിച്ച് പറയാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യമെല്ലാം പറഞ്ഞോ? പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഇതിൻ്റെ വസ്തുവിൻ്റെ നമ്മൾ പറഞ്ഞു, ഈ ലീസ് റെന്റ് പറഞ്ഞു, ഇലക്ട്രിസിറ്റി പറഞ്ഞു, മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അതിനകത്ത് നമുക്ക് വിട്ടുപോയിട്ടുണ്ട്. അത് മനുഷ്യൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, സുരക്ഷയായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മളിപ്പോൾ ഈ പറഞ്ഞതെല്ലാം കേരളത്തിലുണ്ടായ ധനനഷ്ടം കൃത്യമായിട്ട് ഫിനാൻസ് വിങ്, കേരള സെക്രട്ടേറിയറ്റ് നേരിട്ട് പോയി അന്വേഷിച്ച് AGയെ കൊണ്ട് സ്പെഷ്യൽ ഓഡിറ്റ് നടത്തി കണ്ടുപിടിക്കേണ്ടതാണ്. കേരള ഖജനാവിന് വരേണ്ട പണമാണത്. പാവപ്പെട്ടവന് പെൻഷൻ കൊടുക്കേണ്ട പൈസയാണ്. കൃത്യമായിട്ട് അവന് കിട്ടണില്ലെന്ന് നമ്മളൊക്കെ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി അടുത്തത് നമുക്ക് പറയേണ്ടത്, ഈ മുല്ലപ്പെരിയാർ തകരുമെന്ന് ഗവൺമെന്റ് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇമ്പെൻഡിങ് ഡിസാസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തകർന്നാൽ ഡൗൺ സ്ട്രീമിലടക്കം 5 ജില്ലകൾ ഇല്ലാതെ ആവുന്നുള്ള യാതൊരു സംശയമില്ലല്ലോ. അതിനൊരു പ്രശ്നം ഈ അടുത്ത സമയത്ത് ഉയർന്നു വന്നത്, മുല്ലപ്പെരിയാർ സുരക്ഷിതമാണെന്നും എന്നാണല്ലോ EC കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത്. സുപ്രീം കോടതി കണ്ടെത്തിയത് അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. അതെന്തോ ആയിക്കോട്ടെ, സുരക്ഷിതമാണെന്നും ഇത് പൊട്ടിയാൽ നേരെ ഇടുക്കിയിലേക്ക് ഇതിന്
ഒഴുക്കി കൊണ്ടുപോയി അങ്ങനെ തന്നെ ഇടുക്കി അവിടെ താങ്ങി നിർത്തുന്നതാണ് നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരുന്നത്. നമ്മളെ അവർ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരുന്നത്. ആരാണ് അതിൻ്റെ പ്രണേതാക്കളെന്ന് എനിക്കറിയില്ല. പക്ഷേ അതൊരു ശാസ്ത്രീയ പഠനം നടത്തി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് റിട്ടയറായ മിസ്റ്റർ റോയ് ജോർജ്, അദ്ദേഹം ഇപ്പോൾ കുവൈറ്റിലാണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു പഠനം നടത്തി ഒരു സ്ട്രക്ചറലി, ജിയോഗ്രഫിക്കലി, ടോപ്പോഗ്രഫിക്കലി ഒരു ഗ്രാഫ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞങ്ങളിരുന്ന് പഠിച്ചു. മുല്ലപ്പെരിയാർ കോർഡിനേഷൻ കൗൺസിലിൻ്റെ ടെക്നിക്കൽ വിങ് ഉണ്ട്. അത് മിസ്റ്റർ കെ വിജയൻ ഫ്രം കരുനാഗപ്പള്ളി, ഹി വാസ് ദി സീനിയർ എഞ്ചിനീയർ മഹാരാഷ്ട്ര ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഡാം സ്പെഷ്യലിസ്റ്റ്. അദ്ദേഹം പിന്നെ നമ്മുടെ കേരള സർക്കാരിൻ്റെ എൻവിയോൺമെൻറ്റൽ എഞ്ചിനീയറായിരുന്ന ഡോക്ടർ ജോയി, പിന്നെ ഒരു സീനിയർ മോസ്റ്റ് എഞ്ചിനീയർ ജോയ് ജോസഫ് സാറ് തൊടുപുഴ, ഇവരെല്ലാവരും കൂടെ കൂടിയിരുന്ന് കേസ് കൊടുത്ത ആളാണ്. അല്ല, ജോയ് ജോസഫ് സാർ എഞ്ചിനീയർ, സിവിൽ എഞ്ചിനീയറാണ്. അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്, അവരെല്ലാവരോടും ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ഞങ്ങൾ ചർച്ച ചെയ്ത് ഈ ഒരു പ്രപ്പോസൽ ഒന്ന് ചർച്ച ചെയ്ത് നോക്കി. ഇടുക്കിയിലേക്ക് വെള്ളം താങ്ങുമോ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ 15.something കപ്പാസിറ്റി TMC ഉള്ള മുല്ലപ്പെരിയാർ നിൽക്കുന്നത് 840 മീറ്റർ മുകളിലാണ്. ഇടുക്കി അതിൻ്റെ താഴെ 817 മീറ്ററിലാണ്. മനസ്സിലാവുന്നൂടെ പറഞ്ഞേ. അതായത് മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷൻ കുമളിമലയിൽ തന്നെ, കുമളി പഞ്ചായത്തിലെ 11ാം വാർഡിൽ 840 മീറ്റർ മുകളിലാണ് നമ്മളുടെ നിരപ്പിൽ നിന്ന്. അതിൻ്റെ താഴെയാണ് ഇടുക്കി ഡാം, ആർച്ച് ഡാം വരുന്നത് 817 മീറ്റർ. ശരി. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം നോക്കുമ്പോൾ തന്നെ മുല്ലപ്പെരിയാർ മുകളിലാണെന്ന് അറിയാതെ, ഈ മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ ശക്തി കൂടുക എന്ന് പറയുന്നത്, അതിൻ്റെ ഒന്നാമത്തെ അതിന് സ്പിൽവേ പറഞ്ഞിട്ടുള്ളത് 20 എണ്ണമാണ്, പക്ഷെ 13 ഉള്ളൂ ആകെ, ഏഴോ ഇല്ല ഇപ്പം തന്നെ. അത് വെള്ളം ഒഴുക്കി വിടാൻ വേണ്ടിയുള്ള സംവിധാനം ചെയ്തിട്ടുള്ള സംഗതി. ഈ പറയുന്ന ഈ മുല്ലപ്പെരിയാറിന് തകർച്ച ഉണ്ടായാൽ അതിൽ വെള്ളം മാത്രമല്ലല്ലോ വരുന്നത്, ആ കാട് മുഴുവൻ ഇളകി വരെയല്ലേ. ഞാൻ ഇവിടെ പോയി കണ്ടതാണ് ഉരുൾപൊട്ടുമ്പോഴത്തെ ഈ ചൂരൽമല. ഈ ചൂരൽമലയുടെ ഉരുൾപൊട്ടപ്പോൾ കണ്ട ഒരു ഭീകരത അവിടെ പോയിട്ടുണ്ടോ? ഇല്ല, അവിടെ പോയിട്ടുണ്ടോ? ഞാൻ പോയി ചൂരൽമല ഞങ്ങൾ പോയി. അപ്പം കണ്ടില്ലേ, അതായത് ആ മുകളിൽ നിന്ന് ഇത് പൊട്ടി വന്നിട്ട് ഈ ചെറിയൊരു തോടായിരുന്നു, ആ മലയുടെ ആ തോട് പോകുന്ന മലയുടെ 2 ഭാഗം മൊത്തം അങ്ങോട്ട് പിളർത്തിക്കൊണ്ട്, എന്നിട്ട് ഈ ഒരിടത്ത് വരുമ്പം ഒരു വളവുണ്ട്, ഈ വെള്ളം ഇങ്ങനെ വരുക, വലിയ വെള്ളം, കല്ല് അടിയിലിരിക്കുന്ന വലിയ പാറകളുണ്ടല്ലോ, വലിയ പാറകൾ അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് ഒരിടത്ത് വരുമ്പം ഈ മരങ്ങൾ ഇവിടെ ലോക്കായി, അതേ കുറെ പാറ ലോക്കായി, എന്നിട്ട് ഇതൊരു ഡാമായി മാറി. ഈ ആ മേളിൽ നിന്ന് ഞാനതൊക്കെ പഠിച്ചുകൊണ്ടാണ്, മേളിൽ നിന്ന് വന്ന സാധനം ഈ വലിയ വളവിൽ ഈ മരങ്ങളും കുറെ പാറയും കൂടെ ഈ വളവിൽ ലോക്കായിട്ട് അവിടെ ഒരു ഡാമായി രൂപപ്പെട്ടു. എന്നിട്ട് എന്ത് സംഭവിക്കുന്നത്, അങ്ങനെയാണ് മുസ്ലിം പള്ളിയുടെ മുകൾ ഭാഗത്തേക്ക് കയറി എടുക്കുന്നത്, ഡയറക്ഷൻ മാറി. അവിടുന്ന് കയറിയാണ് ആ മുസ്ലിം പള്ളിക്കിട്ട് ആ മോസ്കും അവിടുത്തെ പള്ളികളെല്ലാം, അല്ലെങ്കിൽ അത് അവിടെ കയറത്തില്ല. എന്നിട്ട് പിന്നെ ഇത് പൊട്ടി, ഈ ഡാം പൊട്ടി. ഇത് തന്നെയാണ് മുല്ലപ്പെരിയാറിലും സംഭവിക്കുക. കാരണം വ്യക്തമായ ഗ്രാഫാണിത്. ഓക്കെ. ഈ ഗ്രാഫ് പ്രകാരം അങ്ങ് പറഞ്ഞ അനുസരിച്ച് 840 നിൽക്കുന്ന ഈ മുല്ലപ്പെരിയാർ ഡാം പൊട്ടി വരുമ്പോൾ 2.8 കിലോമീറ്റർ ശക്തിയോടുകൂടി വന്ന് വീഴുകയാണ്. അത് വന്ന് വീഴുന്നത് 4 മലകൾക്കിടയിലാണ്. വടക്ക് വശം 2 മലകളുണ്ട്. എവിടെ ആയിരിക്കും ആ സ്ഥലം? ആ സ്ഥലം വരുന്നത് ഏകദേശം 2.8 കിലോമീറ്റർ വരുന്നൊരു പോയിന്റാണ്. ആ പോയിന്റിന് വളക്കട വരുന്ന മരത്തില്ല, അതിനൊക്കെ മുമ്പാ പറയാം, വളക്കടയിലേക്ക് വന്നിട്ടില്ല. ഈ 2.8 വരുന്നത് ഇത് ആദ്യം വന്ന് പതിക്കുന്ന സ്ഥലം 2.8. അപ്പോൾ A എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ ആണെങ്കിൽ B എന്ന് പറയുന്ന ഒരു പോയിന്റാണ് ഈ പറയുന്ന 2.8. 2.8 വന്ന് പതിക്കാൻ കാരണം വലതുവശത്തും ഇടതുവശവും 1021 ഹൈറ്റുള്ള പർവ്വതം പോലത്തെ പാറയാണ് 2 വശവും. അതവിടെ ഇരിക്കും, നിൽക്കല്ലേ പാറയുടെ ഇടയ്ക്കോട്ട് ഇതിങ്ങനെ പൊട്ടി വന്ന് വീഴുകയാണെങ്കിൽ ഭീകരാവസ്ഥയാണ്. അവിടെ മുഴുവൻ ഇളക്കിയതിന് ശേഷം ഈ B പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ അത് തിരിയും. ഒരു ടേണിങ് അവിടെ വന്നിട്ടുണ്ട് ഈ പഠനത്തിൽ. 90 ഡിഗ്രിയോളം വളഞ്ഞു വരികയാണെങ്കിൽ ഇത് വരുന്നത് ഇടുക്കി 817 പോകില്ല. 817 പോകില്ല, കാരണം ഡിസ്റ്റൻസ് കുറവല്ലേ. ഇത് വരുന്നത് മുഴുവൻ നേരെ ഈ പറയുന്ന പാറയ്ക്കിടയിലൂടെ മാസ് ഫ്ലോ ആയിട്ട് നേരെ 5 ജില്ലകളെ സ്വീപ്പ് ചെയ്തുകൊണ്ട് അറബിക്കടലിലേക്കാണ്.
ഏതിലേക്ക് അത് സംശയം പറഞ്ഞ് ഏതൊക്കെയാന്ന് പറഞ്ഞേ ഒന്ന് വായിച്ചേ. ജില്ലകൾ ഏതിലെയാ പോകുന്നതെന്ന് കാണിച്ചത്. അത് ഇതിൽ വരുന്നത് അത് നേരെ പതിച്ചു വന്ന് വീഴുന്ന ബി കഴിഞ്ഞിട്ട് ഒരു സി പോയിന്റ് ഉണ്ട്. ആ സി പോയിന്റ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട പോയിന്റ്. വള്ളക്കടവ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. അവിടേക്ക് വരാം. ചപ്പാത്തിലേക്ക് വരത്തില്ല. അവിടെ വന്നിട്ട് നാശം വിതച്ച് താഴേക്ക് പോരുക. അതാണ് വള്ളക്കടവിലേക്ക് വരും. വള്ളക്കടവിലാണ് അതിന്റെ വരുന്ന സി ഈ ടേൺ ചെയ്ത് വള്ളക്കടവ് വരും. യെസ്. വള്ളക്കടവിൽ നിന്ന് എന്ത് ചെയ്യും? അപ്പൊ ഈ ചപ്പാത്തിലേക്ക് പോകണമെന്നില്ല. എവിടെയാണ് വെള്ളം പോകുന്നതെന്ന് ആർക്ക് പറയാൻ കഴിയും? Okay, അല്ല. വെള്ളമല്ലല്ലോ. വള്ളക്കടവിൽ നിന്ന് ഇതെങ്ങനെ തിരിയുമെന്ന് കാണിക്കുന്നത്? ജന്തുക്കളും വൃക്ഷങ്ങളും പിന്നെ ഈ പറയുന്ന പാറക്കൂട്ടങ്ങളും. ഡെബ്രീസ് പാറക്കൂട്ടങ്ങൾ. ഇത് വന്ന് ഞാൻ അവിടുന്ന് കണ്ട നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയാത്ത ലോക വലിപ്പങ്ങൾ വരുന്നുണ്ട്. ലോക ചരിത്രത്തിൽ പോലും ഇല്ലാത്ത രീതിയിൽ ഈ സാധനം നേരെ സ്പ്രെഡ് ചെയ്ത് പോവുകയാണ്. അതായത് ഇത് ആ ഇമ്പാക്റ്റ് അളക്കാൻ പത്തനംതിട്ട ആലപ്പുഴ ഭാഗത്തേക്ക് പോകാം. ഉണ്ട്. തിരുവല്ല വഴി അങ്ങോട്ട്. അതിൽ അങ്ങനെയാണ് പറഞ്ഞത്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. കുട്ടനാട് വശം നമ്മുടെ തൃശ്ശൂർ ജില്ലയുടെ ഇരിങ്ങാലക്കുട ഭാഗം വരെയും പത്തനംതിട്ട വഴി അങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ കുട്ടനാട് പ്രദേശം തിരുവല്ല കഴിഞ്ഞിട്ട് ആലപ്പുഴയുടെ കുട്ടനാട് പ്രദേശം മുഴുവൻ. അതായത് പമ്പയിലോട്ട് പോകാം. ഞങ്ങളുടെ നാടൊക്കെ പോകും. ഞങ്ങളോട് അതിലെ വരത്തില്ല. പെരിയാറാന്ന് ഓർത്തിരിക്കുവായിരുന്നു. പിന്നെ പന്തളം ആ വശം എറണാകുളം തൃശ്ശൂരൊക്കെ ഒരു വിധമൊക്കെ ആയി തീരുവാടോടി. ആലുവായി വരും. എറണാകുളം എല്ലാം മൊത്തം പോവുകയല്ലേ. മൊത്തം പോകുന്നത് കൊണ്ട് എത്ര ലക്ഷം കോടിയുടെ നാശം സാമ്പത്തികമായിട്ട് അപ്പൊ കേരളത്തിൽ. ഇടുക്കി പോകണോ നിർബന്ധം ഇല്ലെന്നർത്ഥം. ഇടുക്കി മുകളിലേക്ക് പോകാൻ സാധ്യത കുറവാണ്. അങ്ങോട്ട് പോകത്തില്ല. കാരണം അത് മുകളിലാണ്. യെസ്. ഇതിങ്ങും പൊത്തോ എന്നും പറഞ്ഞിട്ട് താഴേക്ക് വരുന്ന സാധനം മുകളിലൊക്കെ ഒരിക്കലും പോകാൻ വഴിയില്ലല്ലോ. ഈ താഴെ പ്രദേശത്തേക്ക്. പക്ഷേ പെരിയാറിന്റെ മുകളിൽ നിന്ന് വരുന്ന ആ വഴി തന്നെയല്ലേ ഇടുക്കി ഡാം ഉണ്ടായി വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ആർച്ച് ഡാം ഉൾപ്പെടെ തകർത്ത് പോരും എന്ന് പറയാൻ കാരണം. യെസ്. അപ്പൊ ആർച്ച് ഡാമിൽ തകരാ സാധ്യത കൂടുതലല്ലേ. 70 TMC ഇടുക്കിക്ക് പോയാൽ. ഇടുക്കി ആർച്ച് ഡാമിന് താങ്ങാൻ കഴിയാത്ത രീതിയിലല്ലേ ഇതിന്റെ ബൊംബാർഡിങ് വരുന്നത്. ബൊംബാസ്റ്റിങ് എങ്ങനെയായിരിക്കും നോക്കി. ആറ്റം ബോംബ് ഇടുന്നതിന് തുല്യമല്ലേ. ശബ്ദം എന്തായിരിക്കും, മുഴക്കം എന്തായിരിക്കും. ഈ ഡാം സുരക്ഷിതമാണേ എന്നാണല്ലോ ഇവരൊക്കെ പറയുന്നത്. ഒരാളും പറയില്ല, പക്ഷെ പറയിപ്പിച്ചതാകാൻ സാധ്യതയുണ്ട്. സുപ്രീം കോടതിക്ക് പോലും അത് സുരക്ഷിതമെന്ന് ഉള്ള കാഴ്ചപ്പാടിലാവില്ല, സമ്മതിച്ചത്. അല്ല, സുരക്ഷിതമല്ലാന്ന് എങ്ങനെ പറയുന്നത്? കാരണം സ്റ്റഡി മുഴുവനും നടന്നിരിക്കുന്നത് സുരക്ഷിതമല്ലെന്ന്. പിന്നെ എങ്ങനെ സുപ്രീം കോടതി സുരക്ഷിതമാണെന്ന്? ഈസി സുപ്രീം കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ സുരക്ഷിതമാണെന്നും അന്നത്തെ കമ്മിറ്റിക്കാരെല്ലാം കൂടി സുപ്രീം കോടതിയെ അവരുടെ മുമ്പിൽ കിട്ടിയ കാര്യങ്ങൾ വെച്ചിട്ട് അവർക്ക് പറയാൻ പ്രാപ്തമായിട്ടുള്ള കാര്യങ്ങൾ കൊടുത്താണ്ട് സുപ്രീം കോടതി പറഞ്ഞു. നിയമപരമായിട്ട് അതിനെ തടുക്കേണ്ട കേരള സർക്കാർ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ സുപ്രീം കോടതി കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ എത്ര ഉണ്ട് സുപ്രീം കോടതിയിൽ? നിലവിലിപ്പോൾ ഒറ്റ കേസ് മാത്രമേ കൃത്യമായൊരു വാലിഡിറ്റി ഉള്ളതുള്ളൂ. അത് 4/2014 മെഗാ കാർ പാർക്കിംഗ് കേസ് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിന്റെ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ട് 1-2 കേസുകളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും സുപ്രീം കോടതിയിലേക്ക് അത്ര കാര്യമായിട്ട് വന്നിട്ടില്ല. എന്നാലും ജോ ജോസഫ് കൊടുത്തൊരു കേസിൽ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അത് മെൻഷൻ ചെയ്തതനുസരിച്ച് നിലവിൽ ഇപ്പം ഈ ഏറ്റവും വലിയൊരു ഗുണം നമുക്ക് കിട്ടിയത് കേന്ദ്ര സർക്കാരിൻ്റെ 2021 ഡാം സേഫ്റ്റി ആക്ട് ആണല്ലോ. അത് വന്നതോടുകൂടി 2005 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് ഉണ്ട്, പക്ഷെ അത് വെച്ചൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. 2021 ഡാം സേഫ്റ്റി ആക്ടിലെ പ്രസക്തമായ കുറേ ക്ലോസുകളുണ്ട്. എല്ലാ ഇന്ത്യയിലെ ഡാമുകളും ഇവാലുവേഷൻ നടത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നമ്പർ 1 മുല്ലപ്പെരിയാർ. അതുകൊണ്ടാണല്ലോ സുപ്രീം കോടതി എല്ലാ കമ്മിറ്റികളെ ഒഴിവാക്കിക്കൊണ്ട് ഈ നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയെ ചുമതലപ്പെടുത്തിക്കൊണ്ട് 7-അംഗ സമിതി ഉണ്ടാക്കിയത്. ആ 7-അംഗ സമിതി ഒരിക്കലും ഒരു പഠനം നടത്തി തിരിച്ചുപോയി. സുപ്രീം കോടതിയിൽ റിപ്പോർട്ടും കൊടുത്തു, പക്ഷെ അത് നമുക്ക് വെളിച്ചം കണ്ടില്ല. രണ്ടാമത് സുപ്രീം കോടതി ഈ പറഞ്ഞ ഈ സുരക്ഷാ കേസിലും പിന്നെ ജോ കൊടുത്ത കേസിൽ ഉൾപ്പെടുത്തിയുള്ള എല്ലാ കേസുകളും കൂടി എടുത്തിട്ടാണ് ഇപ്പോൾ പുതിയൊരു കമ്മിറ്റിയെ നിയോഗിച്ചത് 5 അംഗങ്ങളെ. ഈ 5 അംഗങ്ങളാണ് ഇപ്പോൾ അൾട്ടിമേറ്റ് അതോറിറ്റി സുപ്രീം കോടതി. അതിൽ ഈ തമിഴ്നാടിൻ്റെ ഭാഗത്തു നിന്നും കാവേരി വാട്ടർ സേഫ്റ്റിയുടെ ആള്, കേരളത്തിൽ നിന്നും ചീഫ് എഞ്ചിനീയർ ഉണ്ട്. പക്ഷേ ചീഫ് എഞ്ചിനീയർ ഡാമുമായിട്ട് ബന്ധപ്പെട്ട അല്ല, അഡ്മിനിസ്ട്രേഷനാണ്.
ഇതാണ് നമ്മുടെ പ്രശ്നം. IAS മറ്റുമൊക്കെ ഇതിൽ ഉൾപ്പെടുത്തി കമ്മിറ്റിയിൽ വെച്ചാൽ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ട കാര്യം നടക്കുമോ? അഡ്വക്കേറ്റ് റസൽ ജോയിയുടെ കേസ് എന്തായി? അഡ്വക്കേറ്റ് റസൽ ജോയി കൊടുത്ത കേസ് 2023-24 പിൻവലിച്ചു. അതിനാ അത് അദ്ദേഹം കൊടുത്തതിൽ ന്യൂ ഡാം എന്നും ഡീകമ്മീഷൻ ഡാം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഡീകമ്മീഷൻ നമ്മൾ എഗ്രി ചെയ്യുന്നതാണ്. ന്യൂ ഡാം പ്രപ്പോസൽ നമുക്ക് ബാധകമല്ലാത്തതുകൊണ്ട് അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള കാഴ്ചപ്പാടിലായി. അതുകൊണ്ടായിരിക്കും അദ്ദേഹം പിൻവലിച്ചത്. പിന്നെ കേസില്ല. പിന്നെ കേസുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഡീകമ്മീഷനിൽ മാത്രം ഉറച്ചേക്കാണ്. അതനുസരിച്ചുള്ള ഡീകമ്മീഷൻ്റെ ഒരു മെൻഷൻ വന്നിട്ടുണ്ട്. കേസുണ്ട്, അദ്ദേഹത്തിന്റെ കേസുണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ അല്ല, അപ്പം അതെല്ലാം എടുത്തിട്ട് അല്ലല്ലോ എന്റെ ചോദ്യം, ഡീകമ്മീഷന് വേണ്ടി റസൽ ജോയി കൊടുത്തിരിക്കുന്ന കേസ് ഉണ്ടോ ഇല്ലയോ? ഡീകമ്മീഷന് വേണ്ടി റസൽ ജോയി കൊടുത്ത കേസും ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ജോസഫ് കൊടുത്ത കേസും അദ്ദേഹത്തിന്റെ കേസ് സുരക്ഷ എന്താ അദ്ദേഹത്തിൻ്റെത്? അദ്ദേഹം എന്താ സുരക്ഷ പറയുന്നത്? സുരക്ഷ പരിശോധിക്കണം, എന്താ അദ്ദേഹത്തിന്റെ സുരക്ഷാ പരിശോധന, ഇൻസ്പെക്ഷൻ നടത്തണമെന്ന്. ഈ രണ്ട് കേസും ROV വെച്ചിട്ടുള്ള ഇൻസ്പെക്ഷൻ കൃത്യമായി നടത്തിയിട്ട് ജനങ്ങളെ ബോധിപ്പിക്കണമെന്നാണ് നമ്മളുടെ ആവശ്യം. അപ്പൊ ആ കേസ് രണ്ടും എന്ത് പറഞ്ഞു? ആ രണ്ട് കേസിലും ഒന്ന് സുരക്ഷയിലും ഒന്ന് ഡീകമ്മീഷനിലും നിന്നിട്ട് അതനുസരിച്ചുള്ള ഡയറക്ഷൻ കോടതിയിൽ നിന്ന് വന്നിട്ടുണ്ട്. എന്ത് ഡയറക്ഷൻ? ഡീകമ്മീഷൻ പര്യാപ്തമാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഈ പുതിയ 5 അംഗ കമ്മിറ്റിയോട് പറഞ്ഞിട്ടുണ്ട്. ആ കമ്മിറ്റിക്ക് നമ്മൾ തെളിവ് കൊടുക്കുന്നുണ്ടോ? അത് കൊടുക്കണം. ആ ഡീകമ്മീഷൻ ആണ് ഇതെന്നുള്ള രീതിയിൽ നമ്മൾ സംസ്ഥാനം കൊടുത്തിട്ടുണ്ടോ? സംസ്ഥാനം കൊടുക്കില്ലല്ലോ, അവിടെയല്ലേ പ്രശ്നം. സംസ്ഥാനത്തെ കൊണ്ട് നമ്മൾ കൊടുപ്പിക്കാൻ വേണ്ടുന്ന നമ്മുടെ എവിഡൻസുകൾ മുഴുവൻ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ട് അല്ല, നിങ്ങൾക്ക് മുല്ലപ്പെരിയാർ ഏകോപന സമിതി എന്ന നിലയിൽ ആണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയോ അവരെ? സർക്കാരുമായിട്ട് നിരന്തരം കോണ്ടാക്ട് ചെയ്യും. ഈ കമ്മീഷനുമായിട്ട് നമ്മൾ ആരെയും ഇതുവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള അവസരം തന്നിട്ടില്ല. എന്താ നിങ്ങൾ കോണ്ടാക്ട് ശ്രമിച്ചു നോക്കിയോ? കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അനവധി കത്തുകൾ കൊടുത്തിട്ടും ഒന്നും റെസ്പോണ്ട് ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ സുപ്രീം കോടതി പോയി ഈ കമ്മീഷനോട് ഞങ്ങളെ കേൾക്കണമെന്ന് ഹർജി കൊടുത്തു? അതാണ് അടുത്ത നമ്മളുടെ വൈകരുത്. കമ്മീഷൻ റിപ്പോർട്ട് നിങ്ങൾക്കെതിരെ കൊടുത്താൽ ആവശ്യം അതാ. കാരണം നമ്മൾക്ക് സംശയം തോന്നുന്നു. ഞാൻ പറഞ്ഞത് പ്രകാശ്, ഇപ്പം സംസ്ഥാന സർക്കാർ ഇതുവരെയുള്ള ഒരു കണ്ടക്ട് വെച്ച് നോക്കിയാൽ നിങ്ങളുടെ ഇരിക്കുന്ന എവിഡൻസ് അനുസരിച്ച് സംസ്ഥാന സർക്കാർ ഈ കാര്യത്തൊന്നും ചെയ്യത്തില്ല. അതെ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യവശാൽ ഒരു ഓപ്പർച്യൂണിറ്റി തുറന്നു കിട്ടിയിരിക്കുന്നു. ഈ ഓപ്പർച്യൂണിറ്റി തുറന്നു കിട്ടുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളെടുത്തിരിക്കുന്ന രേഖകൾ വെച്ച് സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യുക. അതിന് വേണ്ട സപ്പോർട്ട് നമ്മൾ ഇത് തരാം. സാമ്പത്തിക പ്രശ്നമെല്ലാം ഉണ്ടെങ്കിൽ മറുനാടൻ പ്രേക്ഷകരോട് പറഞ്ഞാൽ അവർ തരും. തീർച്ചയായിട്ടും ഞങ്ങൾ അതിന് ശ്രമിക്കുന്നു. എല്ലാ പേപ്പറും നിങ്ങൾ നല്ല വക്കീലിനെ, ഏറ്റവും നല്ല വക്കീലിനെ, അവിടെ ഇവിടെയും വെക്കുന്ന ഏറ്റവും നല്ല വക്കീലിനെ, വിഷയം പഠിക്കാൻ താല്പര്യമുള്ള വക്കീലിനെ കണ്ടെത്തി ഈ വക്കീലിനെ കൊണ്ട് നിങ്ങളുടെ ആവശ്യം നിങ്ങളെ കേൾക്കണം. ഈ കമ്മീഷൻ നിങ്ങൾ കത്തയച്ചിട്ടുണ്ടല്ലോ. 3 കാര്യങ്ങൾ നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഡാം സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ട് കേരളത്തിന് ഈ ഡാം സുരക്ഷിതമല്ലെന്ന് ഉറപ്പായി. അതിൻ്റെ ഒട്ടനവധി എവിഡൻസുകളും നമുക്ക് കയ്യിലുണ്ട്. അതനുസരിച്ച് ഈ സുരക്ഷ പരിശോധിക്കുമ്പോൾ കേരളത്തിൽ സുതാര്യമായിട്ട് ജനങ്ങളെ അറിയിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. 1. 2, 1886 പാട്ടക്കരാറ് അത് പൊളിച്ചെഴുതണം, റദ്ദാക്കണം. അതിന് ഈ കാര്യം നിങ്ങൾ സുപ്രീം കോടതി പോകണം. ഈ പറയുന്ന സാധനം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതിന് ആവശ്യമായിട്ടുള്ള മുഴുവൻ എവിഡൻസുകളും നമ്മൾ. പക്ഷെ നിങ്ങൾ കേസ് ചെയ്യാതിരുന്നിട്ട് കാര്യമുണ്ടോ? ആ കേസിലേക്ക് പോകാൻ വേണ്ടി സുമനസ്സുകളുടെ സഹായം തേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആരെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ആരോടും ഇതുവരെ റിമ്യൂണറേഷൻ ഒന്നും വാങ്ങാതെയാണ്, സാമ്പത്തികം കളക്ട് ചെയ്യാതെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സീരിയസ് ആയിട്ട് കൈകാര്യം ചെയ്തെങ്കിൽ മറുനാടൻ പ്രേക്ഷകരോട് ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ആളുകൾ കാശ് തരും. അങ്ങയുടെ സഹായം ഉണ്ടെങ്കിൽ ഇത് സുപ്രീം കോടതിയിൽ സുതാര്യമായിരിക്കണം. നിങ്ങൾക്ക് ഇതിനു വേണ്ടിയുള്ള എവിടേക്ക് പൈസ എങ്ങോട്ട് തരും? നിങ്ങളുടെ പ്രൈവറ്റ് അക്കൗണ്ടിൽ ആളുകൾ കാശ് തരൂല. തീർച്ചയായിട്ടും എനിക്ക് പറയാനും പറ്റത്തില്ല. ഇതിനു വേണ്ടി നമുക്ക് ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ചെയർമാൻ ശ്രീ RBS മണിസ്വാമി. അദ്ദേഹത്തിന്റെ കസ്റ്റഡിയിൽ കിട്ടുന്ന ഒരു പൈസ എനിക്ക് 100% ഉറപ്പാണ്, അറിയാലോ, അതറിയാം. പക്ഷേ ഒരു ഇൻഡിവിജ്വൽ നമ്മൾ പൈസ കൊടുക്കാൻ പറയുമ്പോൾ ജനത്തിന് സംശയം ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഇതിനു വേണ്ടി മുല്ലപ്പെരിയാർ കോർഡിനേറ്റിംഗ് കമ്മിറ്റിക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ? ഉണ്ട്. അതിലേക്ക് മേടിച്ചാൽ മതിയല്ലോ. ഓഡിറ്റബിൾ ആണോ? ഓഡിറ്റബിൾ ആളുകളെ കാണിക്കുവാൻ കൃത്യമായ ഓഡിറ്റ് നടന്നു കഴിഞ്ഞു. പാൻ കാർഡ് അടക്കം എല്ലാ ഫെസിലിറ്റീസും നമുക്ക് പ്രേക്ഷകരോട് കൃത്യമാണ്. ഞാൻ ഇതിന്റെ വിശദമായി പഠിച്ചിട്ട് പ്രേക്ഷകരോട്. സേവ് കേരള മിഷന് കൃത്യമായിട്ടുള്ള കണക്കുണ്ട്. ശരി. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ അതല്ലേ അവസാനത്തെ വഴി? ആ വഴിയെ പോകുമ്പോൾ 3 കാര്യങ്ങൾ അവിടെ നോക്കണം.
ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ സുരക്ഷയുടെ കാര്യത്തിൽ ഇവർ ഇൻസ്പെക്ഷൻ നടത്തുന്നു, സുതാര്യമല്ലാത്തതുകൊണ്ട് കേരള ജനതയ്ക്ക് അത് അറിയാനുള്ള അവകാശമുണ്ട്. ശരി. 2, 1986 പഴകി ദ്രവിച്ച പാട്ടക്കരാറ് റദ്ദ് ചെയ്തേ പറ്റൂ. അത് പറ്റുമോ? അത് ടെക്നിക്കലി പറ്റും, അന്ന് പറ്റും. 999 വർഷത്തേക്ക് അല്ല, ഒപ്പിട്ട- പറ്റും, അത് പറ്റും. No, no. എന്റെ ചോദ്യം 999 വർഷത്തേക്കാണ് എഗ്രിമെന്റ് എന്നാണല്ലോ പറയുന്നത്. ആയിക്കോട്ടെ. അതെങ്ങനെ പിന്നെ പുതുക്കാൻ ആ മാറ്റാൻ പറ്റും? എഗ്രിമെന്റിൽ കടന്നുകൂടിയിട്ടുള്ള 2 ലംഘനങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഒരു എഗ്രിമെന്റ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും അതിലൊരു ലംഘനം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ശരി. റദ്ദാക്കപ്പെടണമല്ലോ. ഉം. 2 ലംഘനങ്ങൾ നമ്മളൊരു വന്നിട്ടുണ്ട് ഇതുവരെ. എന്തൊക്കെ? ഒന്ന്, സഹാവ് VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുമ്പോൾ നമുക്കറിയാം മുല്ലപ്പെരിയാറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇഷ്യൂ ഉണ്ടായി. മുല്ലപ്പെരിയാർ ഡാം കാണാൻ അദ്ദേഹം പോവുകയും ഉം. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയല്ലോ. ഉം. ആ സമയത്ത് എന്തായിരുന്നു അദ്ദേഹം പോകാൻ കാരണം? മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അടുത്ത് തമിഴ്നാട് പാറ പൊട്ടിക്കുന്നു എന്നുള്ള വിഷയമായിരുന്നു. ഉം. പാറ പൊട്ടിക്കാനുള്ള അനുവാദം കേരള സർക്കാർ കൊടുത്തിട്ടുണ്ടായിരുന്നോ? ഇല്ല. ഇല്ല. ഉം. കരാർ ലംഘനം ആണോ അല്ലയോ? കേരള സർക്കാർ എന്ത് ചെയ്തു വന്നിട്ട്? ആ പോക്കും വരവും അല്ലാതെ ഒരു നടപടി ഉണ്ടായില്ല. ഉം. അതിനുശേഷം ഈ കഴിഞ്ഞ 2021 ഉണ്ടായിരുന്നൊരു സംഭവം, തമിഴ്നാട് മുല്ലപ്പെരിയാർ ഡാം നിറഞ്ഞുകൊണ്ടേയിരിക്കുന്ന സമയത്ത് തുറക്കാൻ ആവശ്യപ്പെട്ടിട്ടും 142 അടി വരെ നിർത്താൻ വേണ്ടി തമിഴ്നാട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കേരള സർക്കാർ ആവശ്യപ്പെട്ടു ആ സമയത്ത് ഡാം തുറക്കാൻ ആവശ്യപ്പെട്ടിട്ട് തുറന്നില്ല. അല്ല, 140 അവർക്ക് പൊക്കാവല്ലോ. ആയിക്കോട്ടെ, പക്ഷെ ഒരു ഡെഡ് ലൈൻ വരുമ്പോൾ 136 കഴിഞ്ഞാൽ അത് തുറക്കാനുള്ള ഒരു ബാധ്യത അവർക്കുണ്ട്. ഡേറ്റും സമയവും ഫിക്സ് ചെയ്യണം. ആ. കൂടിയാലോചന ഇല്ലായിരുന്നു. ആ സമയത്താണ് ജലവിഭവ വകുപ്പ് മന്ത്രി ഉദ്യോഗസ്ഥരും ഈ പറയുന്ന സ്ഥലത്ത് കയറി ഡാം തുറന്നു എന്നുള്ളതാണ് അറിവ്. നമ്മുടെ യെസ്, ബലമായിട്ട് കേരള സർക്കാർ അവിടെ പോയിട്ടുണ്ട്, ഈ ഡാം തുറക്കാനുള്ള നടപടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ആ പ്രിമിസൈസിൽ 2ാമത്തെ ലംഘനമായി. ഈ 2 ലംഘനങ്ങൾ വെച്ചുകൊണ്ട് 86 ഉണ്ടാക്കി 1886 കരാറ് 1970 അനുബന്ധ കരാർ 70 അനുബന്ധ കരാറിലെ 950 വർഷം പുതുക്കിയും തന്നെ ഉണ്ട്. 999 അങ്ങനെയാണല്ലേ? അതെന്തോ തെറ്റിച്ചാന്ന് തോന്നുന്നല്ലേ? അല്ല, ശരിക്കും അറിഞ്ഞു തന്നെ ചെയ്തിരിക്കുന്നു. 999 കരാറിനെ വീണ്ടും വേണമെങ്കിൽ ഒരു 999 കരാറും കൂടി എഴുതാമെന്നുള്ള രീതിയിലാണ് ചെയ്തു അതിനെ വെച്ചിരിക്കുന്നത്. അതൊക്കെ അബദ്ധ പഞ്ചാംഗമാണല്ലോ. കാശ് മേടിച്ചിട്ടായിരിക്കും. ഇപ്പോഴത്തെ തലമുറ അത് അംഗീകരിക്കണമെന്നുണ്ടോ? ഈ കേരളത്തിന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക അല്ലെങ്കിൽ സ്ഥിതിയില് തന്നെ 1800-കളിലെ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള നിലനിൽക്കുന്ന കരാറുകളൊക്കെ അസാധുവാണ്. ഇല്ല. 1935 ഇന്ത്യ മദ്രാസ് സർക്കാരും തിരുവിതാംകൂർ സർക്കാരും തമ്മിലുള്ള കരാറാണ്. മാറിപ്പോയില്ലേ? അത് രണ്ടും ഇല്ലല്ലോ. മദ്രാസ് സർക്കാരും ഇല്ല, തിരുവിതാംകൂർ സർക്കാർ. 1935 മാറിപ്പോയി, അതെ. 41 മാറിപ്പോയി, 47 1950 മാറിപ്പോയി, 57 51 ഡിസ്പ്യൂട്ടിൽ മാറിപ്പോയി. അതിനുശേഷം 1970 ഉണ്ടാക്കുന്ന കരാറിന് 57 കേരളത്തിന്റെ പുതിയ മിനിസ്ട്രി ഉണ്ടായി. ഈ പറയുന്ന 70 കരാറിന് എന്ത് വാലിഡിറ്റി ഉള്ളത്? അതിന് ചലഞ്ച് ചെയ്യണം. ആ ചലഞ്ച് ഇതുവരെ കേരളം ചെയ്തിട്ടില്ല. ശരി. അപ്പോൾ മുല്ലപ്പെരിയാറിനെ കുറിച്ച് നമ്മൾ ഒരുമാതിരിപ്പെട്ടതെല്ലാം പറഞ്ഞു. ഇതുപോലെ ഇതിപ്പോൾ ഈ മുല്ലപ്പെരിയാറിൻ്റെ സ്ഥിതി ഇങ്ങനെയാണ്. ഇതിപ്പോൾ സുരക്ഷാ പ്രശ്നമുള്ളത് കൊണ്ടാണ് ഇത്രയും ചർച്ച ഉണ്ടാവുന്നത്. പക്ഷേ ഈ സുരക്ഷാ പ്രശ്നം ഇല്ലാത്ത തമിഴ്നാടുമായിട്ടുള്ള കരാറുകളുടെ ഒക്കെ സ്ഥിതി ഇത് തന്നെ ആയിരിക്കത്തില്ല. ഇതിലും ഭയാനകമാണ്. ഏതെങ്കിലും ഒരു കരാർ എടുത്ത് അങ്ങ് പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? മറ്റ് കരാറുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? അപ്പോൾ ഒരു പറഞ്ഞ ഏതെങ്കിലും ഇങ്ങനെ തട്ടിപ്പ് നടക്കുന്നു എന്ന് പറഞ്ഞു. അന്തർ സംസ്ഥാന ജല കരാറുകളെ സംബന്ധിച്ചാണ് ഞാൻ കൂടുതൽ പഠിച്ചത്. മുല്ലപ്പെരിയാർ അതിൽ ഒരെണ്ണം മാത്രമാണ്. ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിന് അവകാശപ്പെട്ട ജലം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് എൻ്റെ കൺസേൺ. ഞാനത് പഠിച്ചപ്പോൾ കാവേരി തടം സംബന്ധിച്ചാണ് ആദ്യം നോക്കിയത്. നമുക്കറിയാം, കാവേരി വാട്ടർ റെഗുലേറ്ററി കമ്മീഷൻ വഴി 2007 കേരളത്തിനും കർണാടകയ്ക്കും തമിഴ്നാടിനും പോണ്ടിച്ചേരിക്കും വേണ്ടിയിട്ട് വെള്ളം കൊടുക്കുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. 2007 ആ ഡിസ്പ്യൂട്ട് വന്നപ്പോൾ സുപ്രീം കോടതി ഇടപെട്ട് 2018 ഒരു ഉത്തരവിലൂടെ ഈ പറഞ്ഞ 4 ഫെഡറൽ സംസ്ഥാനങ്ങൾക്കും വേണ്ടിയിട്ട് വെള്ളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൻ്റെ TMC കണക്ക് നിശ്ചയിച്ചു. അത് പ്രകാരം നമ്മളിപ്പോൾ തമിഴ്നാടും കേരളം മാത്രം എടുത്താൽ മതി. കർണാടക പോണ്ടിച്ചേരിയും വിടുക, പുതുച്ചേരിയും. തമിഴ്നാടിന് ഏതാണ്ട് 404.25 TMC വെള്ളമാണ് ഒരു വർഷം കാവേരി തടത്തിൽ നിന്നും കിട്ടേണ്ടത്. ഇതിൻ്റെ കണക്ക് യഥാർത്ഥത്തിൽ 2018 സുപ്രീം കോടതി കേസ് വന്നപ്പോൾ 2020 വരെ കണക്കുണ്ടായിരുന്നില്ല. 2020 മുതൽ 2025 വരെയുള്ള
5 വർഷത്തെ കണക്കുകളാണ് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിന് മുമ്പുള്ളത് കണക്കില്ല. അപ്പോൾ ഒരു വർഷത്തിൽ 404.5 TMC വെള്ളം തമിഴ്നാട് കൊണ്ടുപോകുമ്പോൾ 5 വർഷത്തേക്ക് അവർക്ക് ഏകദേശം 2021.25 TMC വെള്ളം കിട്ടുന്നുണ്ട്. 5 വർഷമാണ് കേട്ടോ. ഇതേ സമയം കേരളത്തിന് അനുവദിക്കേണ്ടത് 30 TMC വെള്ളമാണ് ഒരു വർഷം. അപ്പോൾ 5 വർഷത്തേക്ക് നമുക്ക് കിട്ടേണ്ടതെന്ന് പറഞ്ഞാൽ 150 TMC വെള്ളമാണ്. തമിഴ്നാട് 2021.25 TMC വെള്ളം 100% ഉപയോഗിച്ചു. കേരളത്തിൻ്റെ കണക്ക് നമ്മൾ എടുത്തപ്പോൾ കിട്ടിയത് കേരളം 41.33 TMC ഉപയോഗിച്ചിട്ടുള്ളൂ. എങ്ങനെ കേരളത്തിലേക്ക് വരേണ്ടത്? കേരളത്തിലേക്ക് കാവേരി നദിയിൽ നിന്നും ഈ പറയുന്ന ഡിസ്പ്യൂട്ട് അനുസരിച്ച് കേരളത്തിൻ്റെ ആവശ്യത്തിന് വിട്ടുകൊടുക്കേണ്ട വെള്ളം. അല്ല, നമ്മളത് എങ്ങോട്ടാ പോകുന്നത്? കേരളത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ വഴിയുണ്ടോ? നമ്മളിതിലെ കൂടെ പോകുന്നുണ്ടോ? ഇത് ഉണ്ട്. നമ്മുടെ മലമ്പുഴ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഡാം ഉണ്ടെങ്കിലും പാലക്കാട് ഈ പറയുന്ന ആ പ്രദേശങ്ങളിലേക്കെല്ലാം കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കേണ്ട വെള്ളമാണ് ഈ പറയുന്നത്. നമ്മൾ മേടിക്കുന്നേ ഇല്ല. നമ്മൾ 41.33 TMC വാങ്ങിച്ചിട്ടുള്ളൂ. നഷ്ടപ്പെടുത്തിയത് നമ്മൾ 108.66 TMC വെള്ളം എന്ന് പറഞ്ഞാൽ 72.5%. കേരളത്തിൻ്റെ കാർഷിക ആവശ്യത്തിനും ജലസേചനത്തിനും കുടിവെള്ളത്തിനും വേണ്ടുന്ന TMC വെള്ളം നമ്മൾ നഷ്ടപ്പെടുത്തി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമുക്ക് ആവശ്യത്തിൽ കൂടി വെള്ളമില്ല, ഇനി വെളിയിൽ നിന്ന് എവിടെ ഉണ്ട്? ഉണ്ടോ? പാലക്കാടൊക്കെ വറ്റി വരണ്ട് കിടക്കുകയല്ലേ, നമ്മുടെ കൃഷി നശിച്ചുകൊണ്ടിരിക്കുകയല്ലേ വെള്ളമില്ലാത്തതുകൊണ്ട്. എത്രയോ നദികളുണ്ടല്ലോ കേരളത്തിൽ. അല്ല, നമ്മളുടെ വിചാരം ഞങ്ങളുടെ നാട്ടിലൊക്കെ പമ്പയാരും കൂടെ വെറുതെ പോകുന്നു. അതല്ല ശരി. അതെല്ലാം ഒഴുകി കടലിലേക്ക് പോവുകയാണ്. യഥാർത്ഥത്തിൽ കൃഷിയുടെ ആവശ്യത്തിന് കിട്ടേണ്ട വെള്ളം അതാത് സമയത്ത് കിട്ടണം. ഈ സമയത്ത് കിട്ടാത്ത വെള്ളം കിട്ടാത്തത് കൊണ്ടാണ് കാർഷിക രംഗം മുരടിച്ചു പോകുന്നത്. അതായത് മഴക്കാലത്താണ് ഈ ഒഴുകി പോകുന്നത്. ഇഷ്ടം പോലെ കിട്ടും. അതുകൊണ്ട് എന്താ കാര്യം? അപ്പൊ വേനൽക്കാലത്താണ് നമുക്കിത് കിട്ടുമോ? വേനൽക്കാലത്താണെങ്കിലും കിട്ടേണ്ട വെള്ളത്തിന്റെ കണക്കാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതിനെ സ്റ്റോക്ക് ചെയ്യാനോ സ്റ്റോർ ചെയ്ത് കാർഷിക ആവശ്യത്തിനോ ജലസേചന ആവശ്യത്തിനോ കുടിവെള്ളത്തിനോ ഉപയോഗിക്കാനോ കേരളത്തിന് കഴിഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ 72% നഷ്ടപ്പെടുത്തി എന്നുള്ള നമുക്ക് ഉള്ള വിവരം കൃത്യമായി. ആ വിവരാവകാശം ISW ചീഫ് എഞ്ചിനീയറുടെ 7/7/2025 ഒരു ലെറ്റർ 2024 AD2 എന്ന് പറഞ്ഞൊരു ലെറ്ററിൽ കൃത്യമായിട്ട് അളവ് സഹിതം തന്നിട്ടുണ്ട്. നിഷേധിക്കാൻ അത് കേരളത്തിൻ്റെ 7,80,204 ഏക്കർ കാവേരി തടത്തിൽ നിന്ന് 2020-25 കാലയളവിൽ തമിഴ്നാട് കൊണ്ടുപോയത് 2021.25 TMC വെള്ളമാണ്. കേരളത്തിന് കിട്ടേണ്ടിയിരുന്നത് 150 TMC വെള്ളമാണ്. ഉപയോഗിച്ചത് 41.33 TMC ആണ്. നമ്മുടെ വിവരാവകാശത്തിന് തന്നിരിക്കുന്നത് ISW അന്തർ സംസ്ഥാന നദീജലം ചീഫ് എഞ്ചിനീയർ. നഷ്ടം കണക്കാക്കുന്നു. നമുക്ക് ഇതിൽ നഷ്ടം എങ്ങനെ കണക്കാക്കാൻ കഴിയും? 108 TMC വെള്ളം എന്ന് പറഞ്ഞാൽ എന്താ സ്ഥിതി? എനിക്ക് അതിന്റെ കണക്കറിയത്തില്ല. ഒരു TMC എന്ന് പറഞ്ഞാൽ 305 മീറ്റർ നീളമാണ്. 305 മീറ്റർ വീതിയാണ്. ഏതാണ്ട് ഒരു 10 മീറ്റർ 12 മീറ്ററോളം വരുന്ന ആഴം വരും. ഈ വെള്ളം എങ്ങനെ ഇരിക്കും? ഒരു TMC പോലും നമുക്ക് എവിടെയെങ്കിലും സൂക്ഷിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് സൂക്ഷിക്കാവുന്ന ഈ വെള്ളം ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് സൂക്ഷിക്കാനുള്ള സൗകര്യങ്ങൾ കേരളത്തിൽ ഒരുക്കാൻ നമ്മുടെ ഭരണകൂടം തയ്യാറായിട്ടുണ്ട്. അപ്പൊ അത് നമ്മളെ ചോദിക്കുന്നില്ല, കിട്ടുന്നില്ല. 30 എടുത്തോ എന്ന് പറഞ്ഞിട്ട് 30 ഞങ്ങൾക്ക് വേണ്ടെന്നേ എന്ന് പറയുന്ന സംസ്ഥാനം എവിടെ ഉണ്ട്? ഇനി ഈ 30 എടുക്കുന്ന 41 എടുത്തിട്ട് ബാക്കി തമിഴ്നാടിന് വിറ്റ് കാശ് വാങ്ങിച്ചു എന്ന് ആർക്കറിയാം? അങ്ങേക്കറിയാൻ പറ്റുമോ? സാധ്യതയുണ്ട്. എനിക്കറിയാൻ പറ്റുമോ? ആർക്ക് പറയാൻ പറ്റും അല്ല എന്ന്? അവർക്ക് വെള്ളം വേണം. ഈ 108 ചിലപ്പോൾ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെന്ന് ആർക്കറിയാം? അതാണ് അവിടുത്തെ കാര്യം. അത് പരിശോധിക്കണം, അന്വേഷണം വേണം. ശരി. രണ്ടാമത്തെ സംഗതി, ഏറ്റവും വലിയ പ്രശ്നമുള്ളത് ശിരുവാണി കരാറാണ്. ശിരുവാണി എന്ന് പറഞ്ഞാൽ ആ ജലത്തെക്കുറിച്ച് പറയുമ്പോൾ കോയമ്പത്തൂർ ടൗൺ മുഴുവനും തമിഴ്നാട് ഉപയോഗിക്കുന്ന ശിരുവാണി വാട്ടറാണ്. എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ രുചിയുള്ള വെള്ളമാണ്. പെർഫെക്റ്റ് വാട്ടർ എന്നാണ് അതിന് പറയുന്നത്. ശിരുവാണി ഒരു തുള്ളി പോലും കേരള സർക്കാർ എടുക്കുന്നില്ല. അല്ലാതെ നമുക്ക് എങ്ങനെ അവകാശം നമ്മുടെ കേരളത്തിലേക്ക് വരുന്നുണ്ടോ? അത് നമ്മുടെ പ്രിമസൈസിൽ
ഏതാണ്ട് 53,128 ഏക്കർ നമ്മുടെ ഭൂമിയിലിരിക്കുന്ന നമ്മൾ നിയന്ത്രിക്കുന്ന അണക്കെട്ടത് ശിരുവാണി അണക്കെട്ട്. നമ്മുടെയാണ്. യെസ്. അത് ശരി. ഈ അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത് ഈ ശിരുവാണി അണക്കെട്ട് നമ്മുടെ ഭൂമിയിൽ നമ്മളുടെ ഉടമസ്ഥതയിലിരിക്കുന്ന അണക്കെട്ട. ആ കരാറുമില്ല, എഗ്രിമെന്റ് കരാറുണ്ട്. ആ കരാർ പ്രകാരം തമിഴ്നാടിന് വെള്ളം കൊടുക്കുന്നു. മൊത്തം വെള്ളം അതായത് 1.3 TMC വെള്ളമാണ് അവിടുത്തെ കപ്പാസിറ്റി. അത്രേ ഉള്ളൂ. 1.3 TMC വെള്ളം തമിഴ്നാട് കുടിവെള്ള ആവശ്യത്തിന് കോയമ്പത്തൂർക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഇതുവരെ അവർ ഏകദേശം ഒരു 67-70 TMC വെള്ളമെങ്കിലും കൊണ്ടുപോയിട്ടുണ്ട്. നമുക്ക് ഒരു തുള്ളി വെള്ളം പോലും അതിനകത്ത് ഇല്ല. പക്ഷേ ഡാമിൻ്റെ മെയിൻ്റനൻസ് നടത്തുന്നത് മുഴുവനും തമിഴ്നാടാണ്. അതിനുള്ള പണം കേരളത്തിൽ ഡെപ്പോസിറ്റ് ചെയ്ത് നടത്തിക്കൊണ്ട് പോകുന്നു. പക്ഷേ ഈ ഡാം കാക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോട് ഒരു സൂപ്രണ്ടിങ് എഞ്ചിനീയർ മുതൽ താഴേക്ക് ഹെഡ് ഡ്രാഫ്റ്റ്മാൻ വരെയുള്ള ഒരു ഉദ്യോഗസ്ഥ വൃന്ദമുണ്ട് കേരളത്തിൽ. നമ്മളുടെ ഖജനാവിൽ നിന്ന് ശമ്പളം പറ്റിക്കൊണ്ട് നമുക്ക് 1 രൂപയുടെ നമുക്ക് ബെനിഫിറ്റ് ഇല്ല. അല്ല, അപ്പോൾ വാടക കിട്ടുന്നില്ലേ? വാടക എന്ന് പറയുന്ന പാട്ടം അതിൽ എഴുതിയിട്ടുള്ളത് അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1 ഏക്കറിന് 51 രൂപയാണ്. 51 രൂപയേ ഉള്ളൂ 1 ഏക്കറിന്. 70,000 രൂപ മേടിക്കാവുന്നതാണ്. നമുക്ക് ആകെ ഇതുവരെ ഈ പറഞ്ഞ ഇതിൻ്റെ കരാർ 1973 ശിരുവാണി കരാർ 1973 മുതൽ ഇതുവരെ ഉള്ളത് എടുക്കുമ്പോൾ 11 ലക്ഷം രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ജീവനക്കാർക്ക് അതിൽ കൂടി ശമ്പളം കൊടുത്തിട്ടുണ്ട്. ജീവനക്കാർക്കും അവിടുന്ന് കിട്ടേണ്ടതും കൂടെ ഇപ്പോൾ വാല്യൂ എടുത്താൽ 75 കോടി രൂപ കൊടുത്തു കഴിഞ്ഞു. നമ്മൾ മുടക്കി, നമ്മുടെ ഖജനാവിൽ നിന്ന്, നമ്മുടെ പോക്കറ്റിൽ നിന്ന്, നമ്മുടെ നികുതി പണം 75 മുടക്കി, 75 ലക്ഷം കിട്ടി. 75 കോടി നമ്മുടെ നഷ്ടപ്പെട്ടു. 11 ലക്ഷം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ കരാറിൽ ഇത് പുതുക്കുന്ന കാര്യം എങ്ങനെ പറഞ്ഞു? ആ കരാർ 73 കരാർ ഉണ്ടാക്കുമ്പോൾ 10 വർഷത്തേക്ക് ആ കരാർ തുടരും എന്നാണ് പറഞ്ഞത്. 84 ആ കരാർ വീണ്ടും പുതുക്കേണ്ടതാണ്. പക്ഷെ ആ കരാറിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് തുടർന്ന് 20 വർഷത്തേക്ക്. അപ്പൊ 84 മുതൽ 2004 പുതുക്കിയോ? ഇല്ല. 84 മുതൽ 2004 വരെ 10, 2014, 94 വരെ 10, 94, 2004, അപ്പൊ 20 20 ഇനി 2014, 24 അല്ല 2020 വർഷമാണല്ലോ. അപ്പൊ 84 വരെ 73 തുടങ്ങി 84 വരെ 10 കൊല്ലം. 10 വർഷം. അപ്പൊ 84 നമ്മൾ പൈസ കൂട്ടേണ്ടതായിരുന്നു. പിന്നെ 2004 വരെ 20 കൊല്ലം. അപ്പൊ എത്രയായി? 20 കൊല്ലം ഇത് കഴിഞ്ഞില്ലേ? ഇനി പിന്നെ വീണ്ടും 25 കൊല്ലം, പിന്നെ വീണ്ടും 21 കൊല്ലം. 20 കൊല്ലം. ആ 20 കൊല്ലം വരുന്നത് എപ്പോഴാ? 2024. അപ്പൊ അത്രയും വർഷമായിട്ട് ഏകദേശം ഒരു 40 വർഷം 50 വർഷമായിട്ട്. അതെ, നേരത്തെ തോന്നുന്നത് 50 വർഷമായിട്ട് കരാർ പുതുക്കിയിട്ടില്ല. ഇപ്പോഴീ 51 രൂപ മേടിച്ചു. ഈ 51 രൂപ പാട്ടത്തിന് പുതുക്കാതെ കരാറ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ 20 കൊല്ലം കൂടെ പുതുക്കാന്ന് എഴുതിയിട്ടുള്ളത് കൊണ്ട് 2004 അത് കംപ്ലീറ്റ് തീർന്നു. 2004 കത്ത് കൊടുത്തിട്ട് പുതുക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഇവർ പറയുന്നത് സുപ്രീം കോടതിയിൽ കേസും പ്രശ്നങ്ങളും ഉള്ളത് കൊണ്ടാണ്. സുപ്രീം കോടതി കേസുണ്ടോ? അല്ല, പറയട്ടെ, മുല്ലപ്പെരിയാർ കരാർ പുതുക്കാത്തതെന്നാണല്ലോ നമ്മൾ കേട്ടിട്ടുള്ളത്. ശിരുവാണി കരാറിൽ എന്താ കുഴപ്പം? അവിടെ വല്ല കേസുണ്ടോ? ഒരു കേസുമില്ല. കരാർ പുതുക്കിയിട്ടില്ല. അപ്പൊ നിലവിൽ കരാർ പുതുക്കാതെ തമിഴ്നാട് വെള്ളം കൊടുക്കുന്നു, നമ്മുടെ ഉദ്യോഗസ്ഥർ ശമ്പളം വാങ്ങുന്നു, ആരുമില്ല. കണ്ടവരുടെ കാള ആരോ ഒഴിവിടുന്നു നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? എത്ര രൂപ നഷ്ടം ഉണ്ടാവും? എൻ്റെ നോട്ടത്തിൽ ഒരു 100 കോടി രൂപ ശിരുവാണിയിൽ കേരള ഭൂമിയും കേരളത്തിന്റെ ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു വർഷമല്ല, കഴിഞ്ഞ വർഷങ്ങളെല്ലാമായിട്ട് 100 കോടി രൂപ നിസ്സാരമാണോ? നമ്മൾ എന്തിനാ ഈ സംവിധാനം കൊണ്ട് നടക്കുന്നത്? ശിരുവാണി നമുക്ക് ആഘാതം ഏൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വെള്ളം കൊടുക്കണേന് നമുക്ക് കുഴപ്പമില്ല, കോയമ്പത്തൂർ കൊണ്ടുപോയിക്കോട്ടെ, ന്യായമായൊരു പുതുക്കലും ന്യായമായൊരു പണവും വാങ്ങിച്ചൂടെ? നമുക്കൊരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ. അതാണ് അതിൻ്റെ അവസ്ഥ. 2, പ്രമാദമായ ഒരു കരാറാണ് പറമ്പിക്കുളം ആളിയാർ. അതെ, പറമ്പിക്കുളം. ഈ അടുത്ത സമയത്ത് നമ്മൾ കേട്ടു ആളിയാറിൻ്റെ താഴെ തമിഴ്നാട് ഒരു ഡാം കെട്ടാൻ പോകുന്നു. അതെ, അതിന് മന്ത്രി പറയുകയും ചെയ്തു, അതിനെ തടുക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടു. ശരിയാണോ അല്ലെന്ന് എനിക്കറിയില്ല, പത്രവാർത്ത കണ്ടതാ. ഇവിടെയുള്ളൊരു പ്രശ്നം, ആ കരാർ എന്നായിരുന്നു? ഈ കരാർ 1970 ശരിക്കും. ഈ കരാറ് 1970 തുടങ്ങിയിട്ട്, അതായത് 1970 ഈ കരാർ ഉണ്ടാക്കിയെങ്കിലും
1958 മുതൽ ഇതിന് മുൻകാല പ്രാബല്യം കൊടുത്തിരിക്കുകയാണ്. ഉം. മുല്ലപ്പെരിയാർ കരാർ പോലെ. ഉം. 1970 മുല്ലപ്പെരിയാർ കരാർ രണ്ടാമത് അനുബന്ധം പുതുക്കുന്നത്. ഉണ്ടാക്കിയത്. ഉം. എന്നിട്ട് മുൻകാല പ്രാബല്യം 1958 കൊടുത്തു. അതെ. അതേ തന്ത്രം തന്നെ ഈ നമ്മുടെ PAP കരാറിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന 1970 കരാറ് മുൻകാല പ്രാബല്യം കൊടുക്കുമ്പോൾ 12 വർഷം അങ്ങോട്ട് പോയി 1958 മുതൽ. പ്ലസ് ഒരു 18 വർഷം കൂടി കഴിയുമ്പോൾ 1988 വരുമ്പോൾ 30 വർഷമായില്ലേ. 30 വർഷത്തിലൊരിക്കലാണ് ആരെ പുതുക്കേണ്ടത്? എന്തായിരുന്നു പറമ്പിക്കുളം ആ ആളിയാർ. 30 കൊല്ലത്തെ ആ കരാർ എത്ര എങ്ങനെ അതിൻ്റെ അകത്തുള്ള എന്നൊക്കെയായിരുന്നു കരാർ? ആ കരാറിൽ 1988 പുതുക്കേണ്ട കരാറ് 2025 ആയിട്ടും പുതുക്കിയിട്ടില്ല. അല്ലാതെ ആ 70 കരാറിൽ എന്താണ്? ആ 70 കരാറ് പ്രകാരം ആകെ ഉള്ള വെള്ളം വരേണ്ടത് നമുക്ക് 11:2 എന്നുള്ള റേഷ്യോയിലാണ്. അത് റേഷ്യോ ആണ് വെച്ചിരിക്കുന്നത്. 11:2 എന്ന് പറയുമ്പോൾ 11 2 13. 11/13 എന്ന് പറയുന്ന പെർസെൻറ്റേജ് ആർക്കായിരിക്കണം? തമിഴ്നാടിന്. ഉം. അതുപോലെ തന്നെ 2/13% കേരളത്തിന്. അപ്പോൾ 33 TMC വെള്ളമാണ് കപ്പാസിറ്റി. ഈ പറമ്പിക്കുളം ആളിയാർ പദ്ധതിയിൽ വരുന്നത് കേരളത്തിൻ്റെ മണ്ണാണ്. പറമ്പിക്കുളം, തൂണക്കടവ്, പെരുവാരിപ്പള്ളം ഇത് മൂന്നും കേരളത്തിൻ്റെ മണ്ണാണ്, ഉം. റവന്യൂ ഭൂമി. അവിടെയുള്ള ആ കരാർ പ്രകാരം അവിടെയുള്ള ഡാം പ്രകാരമുള്ള 33 TMCയിൽ 11:2 റേഷ്യോ വെച്ചിട്ട് അതിനെ നമ്മൾ ഭാഗിക്കുമ്പോൾ 33 TMCയിൽ 27.92 TMC തമിഴ്നാടിനും 5.08 TMC കേരളത്തിനും അവകാശപ്പെട്ടതാണ്. തമിഴ്നാടിന് അപ്പം അവകാശപ്പെടുമ്പോൾ അവർ നമുക്ക് പൈസ തരണ്ടേ? പാട്ടമുണ്ടോ? ഒന്നുമില്ല. അതിന് അങ്ങനെ കരാർ അവിടെ വെച്ചത്? ഭൂമിക്ക് മാത്രമേ ഉള്ളൂ, വെള്ളത്തിനൊന്നും വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഭൂമിക്കുണ്ടോ? ഭൂമിക്കുണ്ട്. അതെത്ര? ഭൂമിക്ക് 125 രൂപ ഏക്കറിന്. ഏക്കറിന്. ഏക്കറിന് അതൊരു പുതുക്കിയിട്ടില്ല. ഇതുവരെ ഇല്ല. അത് 37 വർഷമായിട്ട് പുതുക്കാതെ കിടക്കുകയാണ്. അത് കിട്ടുന്നുണ്ട് 125 രൂപ. അത് ഈ പറഞ്ഞോണം ഏകദേശം ഒരു 20,000 ഇനി രൂപ. മെയിൻ്റനൻസ് ആരാ? നമ്മളാണോ? പറമ്പിക്കുളം ആളിയാറിൻ്റെ മെയിൻ്റനൻസ് തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ടു. എന്തായാലും നമുക്ക് ചെലവില്ല. ചിലവുണ്ട്. അവിടുത്തെ സ്റ്റാഫ് ഈ 3 ഡാം സൂക്ഷിക്കാൻ വേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അടക്കമുള്ള വലിയൊരു വൃന്ദം തന്നെ നമുക്കുണ്ട് കേരളത്തിൽ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ പറഞ്ഞു വന്ന റേഷ്യോ പ്രകാരം തമിഴ്നാട് ഏതാണ്ട് അവരുടെ കേരളത്തിന് ലഭിക്കേണ്ട വെള്ളം പോലെ തന്നെ തമിഴ്നാട്ടിൽ ലഭിക്കേണ്ട വെള്ളം 100% അവർ കൊണ്ടുപോയി. പക്ഷെ നമുക്ക് കിട്ടേണ്ടത് 279.4 TMC ആണ് എത്രയും കാലം ഈ കാലം കൊണ്ട് കിട്ടേണ്ടത്. പക്ഷേ നമ്മളിപ്പോൾ ആകെ വാങ്ങിച്ചിട്ടുള്ളത് ഈ കഴിഞ്ഞ 2025 തന്ന കണക്ക് പ്രകാരം 15.46 TMC വെള്ളം. 279.4 കിട്ടേണ്ടടുത്ത് 15.467 എന്ന് പറഞ്ഞാൽ ആ വെള്ളം മറ്റൊരു കൊണ്ടുപോയി കാണും. കൊണ്ടുപോയെന്ന് ഉറപ്പല്ലേ? നമുക്ക് ആവശ്യമില്ലല്ലോ. മറ്റതിൽ 72.5%, ഇതിൽ ബാക്കി പോയിട്ട് 95% പോയി. ശിരുവാണി നമ്മൾ നേരത്തെ കാവേരി പറഞ്ഞതിൽ നിന്ന് എത്ര പോയി? 72.5% വെള്ളവും കൊണ്ടുപോയി. ഈ പറമ്പിക്കുളം ആളിയാറിൽ നിന്ന് കൊണ്ടുപോകുന്നത് എത്ര? 95%. നമുക്ക് കിട്ടിയിരുന്ന 5.5% മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പം ഇത് എവിടെ നിൽക്കുന്നു ഈ സംഭവം? ഇതുകൊണ്ട് ആർക്കാ മെച്ചമുള്ളത്? കേരളത്തിന് എന്താ ഗുണമുള്ളത്? അപ്പം ആ രീതിയിലാണ് പറമ്പിക്കുളം ആളിയാർ പദ്ധതി നമ്മളെ കൊന്നുകൊണ്ടിരിക്കുക. ഞാൻ അതാണ് നേരത്തെ ഒരു വാക്ക് പറഞ്ഞത്. കേരളത്തിന് ചുറ്റും തമിഴ്നാട് ജലചൂഷണത്തിൻ്റെ കാര്യത്തിൽ ചക്രവ്യൂഹം ചമച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ എഗ്രിമെന്റുകളുണ്ടോ? ഇനിയുള്ളത് കാവേരി കഴിഞ്ഞ നമുക്ക് അടുത്തത് വരുന്നത് വേറൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം പാമ്പാർ നദിയുടെ കാര്യം. പാമ്പാറോ? പാമ്പാർ എന്ന് പറയുന്ന ഒരു നദി നമുക്കുണ്ട്. അതെവിടെയാ? അത് കിഴക്കോട്ട് ഒഴുകുന്നതാണ്. ഇടുക്കി ജില്ലയിലാണ്. എനിക്കറിയാം. ഇടുക്കി ജില്ലയിൽ പാമ്പനാറാണോ? പാമ്പാർ നദി എന്നാണ് അതിന്റെ പേര്. അതെവിടെയാ? 16 TMC വെള്ളം പാമ്പാർ നദിയുടെ 7166 ഏക്കർ ഭൂമിയിൽ നിന്നും തമിഴ്നാട് കൊണ്ടുപോകുന്നുണ്ട്. അവരവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാണ് കേട്ടോ, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് സംബന്ധിച്ച് യാതൊരു രേഖയും കേരളത്തിലില്ല. അതുകൊണ്ട് ആ രേഖയില്ല എന്നും പറഞ്ഞ് എഴുതി തന്നിരിക്കുന്നത് ലഭ്യമല്ല എന്നെഴുതിയിട്ടുണ്ട്. അപ്പം പിന്നെ നമ്മൾ അത് നോക്കേണ്ട കാര്യമില്ല, കണക്കില്ല അതിന്. നെയ്യാർ, തിരുവനന്തപുരം. അപ്പം ഞാൻ ഈ എടുക്കുന്നത് എന്താ, കരാർ പ്രകാരമുള്ളത് മാത്രമേ എടുക്കുന്നുള്ളൂ. നെയ്യാറിലേക്ക് വന്നു കഴിഞ്ഞാൽ നെയ്യാർ ഡാമിലുള്ള വെള്ളം 2 TMC ആണ് അവിടുത്തെ കപ്പാസിറ്റി.
ഈ 2 TMC വെള്ളം കന്യാകുമാരി ജില്ലയിലേക്കാണ് കൂടുതൽ പോണത്. തിരുവനന്തപുരത്ത് കുറച്ചൊക്കെ ആവശ്യത്തിന് കൃഷിക്കൊക്കെ എടുക്കുന്നുണ്ട്. കന്യാകുമാരിക്ക് കൊണ്ടുപോകുന്ന വെള്ളത്തിനെക്കുറിച്ച് ഒരു കണക്കുമില്ല ഇതുവരെ. അപ്പോൾ യഥാർത്ഥത്തിൽ കേരളം എവിടെ നിൽക്കുന്നു? ജലസമൃദ്ധിയുടെ കാര്യത്തിൽ വലിയ കാര്യം പറയും. ജലസാമ്പത്തിക തട്ടിപ്പിൻ്റെ കാര്യത്തിൽ എവിടെ നിൽക്കും? കേരളത്തിന് ഈ വെള്ളത്തിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഇല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ളവർ കൊണ്ടുപോയാൽ പോരെ. നമ്മൾ എന്തിനാ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ കാശ് മേടിക്കും. കേരളത്തിന് നമുക്ക് സമ്പത്ത് വേണ്ടേ? ജലം ഒരു വിഭവമാണ്. കേരളത്തെ സംബന്ധിച്ചോളം ജലം കൊണ്ടാണ് നമുക്ക് അർഹതപ്പെട്ടത് നമ്മൾ കാശ് മേടിക്കും. ടൂറിസം നമ്മുടെ ജലത്തിൽ അധിഷ്ഠിതമായിട്ട് അവർ പോയിക്കൊണ്ടിരിക്കും. കൊണ്ടുപോകട്ടെ, കാശ് മേടിക്കും. യെസ്, അപ്പൊ ഇത് കാശില്ലാതെ പോകുന്നതിന് പിന്നെ വലിയ അഴിമതി കാണും. ആണല്ലോ. സംശയിച്ചാൽ ആരെ കുറ്റം പറയാൻ നമുക്ക് കഴിയും? തമിഴ്നാട്ടിലൊക്കെ ഇവർക്ക് ഒരുപക്ഷെ നേതാക്കന്മാർക്ക് സ്വത്ത് കാണും. അത് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ രേഖാമൂലം ഒന്നും കണ്ടിട്ടില്ല. ഇത് രേഖയാണ്. ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ അല്ലെന്ന് എങ്ങനെ പറയാൻ കഴിയും? മതി. ഇത് രേഖയല്ലേ? സർക്കാർ തരുന്ന രേഖയാണിത്. നമ്മൾ ആരും ഉണ്ടാക്കിയതല്ല. കൃത്യമായ കണക്കാണ്. ഒരു പെർസെൻറ്റേജ് പോലും മാറ്റമില്ല. ഈ കാര്യം ബഹുമാനപ്പെട്ട കേരള ഗവർണർക്ക് കൊടുത്തു. ഗവർണർ അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കൈമാറി. അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും ഫിനാൻസ് സെക്രട്ടറിക്കും വാട്ടർ റിസോഴ്സ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കും അടക്കം എല്ലാവർക്കും നമ്മൾ ഇതിൻ്റെ കോപ്പി ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. 1 മാസത്തോളമായി ഇതുവരെ യാതൊരു അനക്കവും നിങ്ങളിപ്പോൾ എന്നാ ചെയ്യാൻ പോകുന്നത്? കൃത്യമായിട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ PIL ഫയൽ ചെയ്യാനാണ് തീരുമാനം. നിങ്ങളെ തമിഴ്നാട്ടിലെ മാഫിയ സംഘം തട്ടിക്കളഞ്ഞ എന്ത് ചെയ്യും? ഒരു കുഴപ്പമില്ല. കാരണം നമുക്കിനി ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ ചെയ്യുന്ന കാര്യത്തിൽ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു. നമ്മളൊന്നും ഇച്ഛിച്ചിട്ടല്ല. അതുകൊണ്ട് നമ്മുടെ ആവശ്യം ഒന്ന്, മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷ ഉറപ്പാക്കണം. സുരക്ഷ ഉറപ്പാക്കിയാൽ മാത്രം പോരാ, ഡീകമ്മീഷൻ ചെയ്ത് അതിനെ അവിടെ പാട്ടക്കരാർ റദ്ദാക്കണം. കേരളം അതിൻ്റെ ഉടമയായിട്ട് മാറണം. ഇതാണ് നമ്മുടെ ആവശ്യം. വെള്ളം അവർക്ക് കൊടുക്കാം. വെള്ളം കൊടുക്കുന്നതിന് നമുക്കൊരു തടസ്സവുമില്ല. കേരളം ഉടമയായിരിക്കണം. എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കാനുള്ള പവർ കേരളത്തിന് വരണം. 2, മുല്ലപ്പെരിയാർ അടക്കമുള്ള എല്ലാ പാട്ടക്കരാറുകളും പുതുക്കി കേരളത്തിന് കിട്ടാനുള്ള കുടിശ്ശിക സാമ്പത്തികമായിട്ടുള്ള അത് നമുക്ക് നേടിയെടുക്കണം. അതിന് ഉടനെ നോട്ടീസ്. മുല്ലപ്പെരിയാർ മാത്രമല്ലേ 2,30,000 പറഞ്ഞേ? അത്രേ ഉള്ളൂ. അപ്പോൾ 2.5 ലക്ഷം കോടി മൊത്തം എന്തായാലും കാണും. യെസ്, ഞാൻ മറ്റൊന്നും കൂട്ടിയിട്ടേ ഇല്ല. 2.5 ലക്ഷം കോടി കേരളത്തിന്റെ ആഭ്യന്തര കടത്തിന്റെ 1/3 വരും. ഇപ്പൊ ഇങ്ങോട്ട് നമുക്ക് കുടിശ്ശിക കിട്ടാനുള്ളതാണ്. യെസ്, അത് ക്ലെയിം ചെയ്യാനുള്ള നിയമപരമായ നടപടി. ഇത് മാത്രമല്ല, നമുക്കിത് മുമ്പോട്ട് പോയി എങ്ങനെ പോയാലും ഒരു 10,000-20,000 കോടി രൂപ വെച്ച് വർഷം വരുമാനം കിട്ടണമല്ലോ. ഇല്ല, ഇല്ലേ പോലും കിട്ടും. 10,000 നിയമപരമായിട്ട് മതി. 10,000-2,000 കിട്ടിയാലും വലിയ വരുമാനമാണ്. മിനിമം അവരോട് ഇപ്പോൾ പറഞ്ഞ 10,000 രൂപ വെച്ചെങ്കിലും മിനിമം 10,000 കോടി രൂപ വെച്ചെങ്കിലും നമുക്ക് മിനിമം ഖജനാവിലേക്ക് കിട്ടൂലേ? നിങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് തന്നാൽ മതി, ഒന്നിച്ചേരണ്ട. സാധാരണക്കാരന് പെൻഷൻ കൊടുക്കാനുള്ള കാശ് കിട്ടുമോ? കിട്ടൂലേ? അപ്പം കേരള സർക്കാരിൽ പണമില്ല എന്നും പറഞ്ഞ് മാത്രമല്ല, നമുക്ക് ഒരുപാട് വെള്ളം പാഴാവുന്നുണ്ട്. ആ വെള്ളം എല്ലാം വേണേൽ വിൽക്കാം. ജലവിഭവമല്ലേ? എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ജലചൂഷണമാണ് ഇവിടെ നടക്കുന്നത്. ഈ ചൂഷണം ചെയ്യുന്ന ജലത്തിന് മാന്യമായ പണം കിട്ടണം. അത് കേരള ഖജനാവിൽ എത്തണമെന്ന് മാത്രമേ സേവ് കേരള മിഷന് അഭിപ്രായമുള്ളൂ. എന്തായാലും നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. ഏകദേശം എല്ലാം പറഞ്ഞെന്ന് തോന്നുന്നു, ഇല്ലേ? അങ്ങ് ചോദിച്ചതിനെല്ലാം ഒരുവിധം അല്ല, നമുക്ക് ഈ വിഷയം അവതരിപ്പിച്ചല്ലോ. എന്തായാലും കേരളം നേരിടുന്ന വലിയൊരു തട്ടിപ്പിന്റെ തനി നിറമാണ് നമ്മൾ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ലോകം ആദ്യം നാടറിയട്ടെ ഇങ്ങനെയൊക്കെ നടക്കും. നമ്മളാരും അറിയുന്നുള്ളൂ. അങ്ങയുടെ ഈ ഹാർഡ് വർക്കിന്, നിങ്ങളുടെ ഈ സേവ് കേരള മിഷന്റെ എല്ലാവിധ ആശംസകളും നൽകുന്നു. നമുക്ക് ഇതിൽ എന്തെങ്കിലും ഒരു ഗുണമുണ്ട്. അപ്പോൾ തമിഴ്നാടിന് വെള്ളം പിടിപ്പിക്കാൻ നമുക്ക് ആഗ്രഹമില്ല, അവർക്ക് വെള്ളം കിട്ടട്ടെ. എല്ലാ ആശംസകളും പ്രാർത്ഥനകളും. നമസ്കാരം.